എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സൈലം JEE മെയിൻ ക്രാഷ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈലം എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം കേരളത്തിന്റെ മുക്കിലും മൂലയ്ക്കുമുള്ള എല്ലാവർക്കും സൈലം എന്താണെന്നറിയാം. വീണ്ടും അത് പറഞ്ഞ സമയം കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ എല്ലാ ചാപ്റ്ററിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പോർഷൻ ഓൾറെഡി ലൈവ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, ഞാൻ തന്നെ ലൈവ് എടുത്ത് തന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചും പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് ഉടനീളം. അപ്പം ആ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആ ടോപ്പിക്കിൽ നിന്ന് വീണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എടുത്തിട്ടാണ് നമ്മൾ ഈ ലൈവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അവസാനം വരെ ലൈവിൽ തുടരുക, സമർത്ഥമായിട്ട് ചാറ്റ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിലൂടെ ചോദിക്കാം. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ടോപ്പിക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ എങ്ങനെ ഇരിക്കും നോക്കിയേ. ടുഡേയ്സ് ടോപ്പിക് അറ്റ് എ ഗ്ലാൻസ്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? കോമ്പിനേഷൻ ഓഫ് ചാർജ്ഡ് ഡ്രോപ്പ്. നമ്മുടെ കുറേ ഡ്രോപ്പുകളുണ്ട്, ചെറിയ ചെറിയ ഡ്രോപ്പുകൾ. അവയെല്ലാം ചാർജ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഐഡന്റിക്കൽ ഡ്രോപ്പ് ആണ് കേട്ടോ. സൈസിലും ഐഡന്റിക്കൽ ആണ്, അവയ്ക്ക് കൊടുത്തിട്ടുള്ള ചാർജും ഐഡന്റിക്കൽ ആണ്. അപ്പൊ അത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത ഒറ്റ ഡ്രോപ്പായി. അപ്പൊ ആ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എത്ര, ആ ഡ്രോപ്പിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര, ആ ഡ്രോപ്പിലെ എനർജി എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു കോൺസെൻട്രിക് ചാർജിന് സ്പിയേഴ്സ്. നമ്മളിൽ കുറെ സ്പിയറുകളുണ്ട്. സ്പിയേഴ്സ് ഇൻ ദ സെൻസ് ഷെല്ലുകളാണ് കേട്ടോ. കോൺസെൻട്രിക് ആണ്. എല്ലാ ഷെല്ലിന്റെ സെന്റർ സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കുറെ ഷെല്ലുകൾ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ഷെല്ലിനും നമ്മൾ ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഷെല്ലിന്റെ അല്ലെങ്കിൽ അതിന്റെ കോമൺ സെന്ററിലെ പൊട്ടൻഷ്യൽ എത്ര, അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്ര, സെക്കൻഡ് ഷെല്ലിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളും എൻ്റെ ഒപ്പം കൃത്യമായിട്ട് പെന്നും പേപ്പറും ഒക്കെ വേണം കേട്ടോ. എല്ലാ പ്രാവശ്യവും ലൈവ് പറയുന്ന സംഭവം തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പെന്നും പേപ്പറും എല്ലാം നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കുകയും ചെയ്യണം. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ശ്രദ്ധിച്ചോ, ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി, ബട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് എ സ്കലാർ. അപ്പോൾ ഒരു സ്കലാറും വെക്ടറും തമ്മിൽ എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഒരു വെക്ടറും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ ഒരു വെക്ടർ ഒരു സ്കലാർ ടൈംസ് എ സ്കലാർ ടൈം മൾട്ടിപ്പിൾ ഓഫ് അനദർ വെക്ടർ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു സ്കലാറുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ള കാര്യം പഠിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇക്വേഷൻ ഒക്കെ അറിയാവുന്നതാണ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയായിരിക്കും. അപ്പൊ ഞാൻ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാറ്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ഓക്കെ, കുട്ടികൾ കുറെ പേര് ചാറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാറ്റ് ഇപ്പം നോക്കാന്ന് പറഞ്ഞത്, അല്ലെ തുടക്കത്തിലേ ഞാൻ നോക്കിയേനെ. ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചാറ്റ് ചെയ്യുന്ന ക്രോസ് ചാറ്റ് മാത്രം ചെയ്യരുത്. ഞാൻ എല്ലാ ലൈവിലും പറയാറുള്ളതാണ്, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനുമായിട്ട് മാത്രമേ ചാറ്റ് ചെയ്യാവുള്ളൂ. നിങ്ങൾ തമ്മിൽ സബ്ജക്റ്റ് പോലും സംസാരിക്കേണ്ട. ഓക്കെ, എന്നോട് സംസാരിക്കുക, ഐ വിൽ റെസ്പോണ്ട് ടു യു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. കോമ്പിനേഷൻ ഓഫ് ചാർജ്ഡ് ഡ്രോപ്പ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ ഒരു N ഡ്രോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര ഡ്രോപ്പ് ഉണ്ട് കുട്ടികളെ? N ചെറിയ ഡ്രോപ്പുകളുണ്ട്. ഓരോ ഡ്രോപ്പിന്റെയും ചാർജ് Q ആണ്. ഓരോ ഡ്രോപ്പിന്റെയും റേഡിയസ് R ആണ്. ഓക്കെ, ഓരോ ഡ്രോപ്പിന്റെയും കപ്പാസിറ്റൻസ് സ്മോൾ ലെറ്റർ C ആണ്. ഓരോ ഡ്രോപ്പിന്റെയും പൊട്ടൻഷ്യൽ V ആണ്. ഓരോ ഡ്രോപ്പിന്റെയും സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E ആണ്. ഓരോ ഡ്രോപ്പിന്റെയും എനർജി U ആണെന്ന് വിചാരിക്കുക. ഓരോ ഡ്രോപ്പിന്റെയും കാര്യമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ആ ഡ്രോപ്പുകൾ എല്ലാം കൂടെ കൊളൈസ് ചെയ്യുക എന്ന് പറയും. കൊളൈസ്, കമ്പൈൻ ചെയ്ത് ഒരു വലിയ ഡ്രോപ്പായി മാറി, ഒറ്റ ഡ്രോപ്പായി മാറി. അപ്പൊ ആ ഡ്രോപ്പിന്റെ ചാർജ് ക്യാപിറ്റൽ ലെറ്റർ Q ആയിക്കോട്ടെ. ആ ഡ്രോപ്പിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആയിക്കോട്ടെ. ആ ഡ്രോപ്പിന്റെ കപ്പാസിറ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ C. ആ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ V. ആ ഡ്രോപ്പിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E. ആൻഡ് ആ ഡ്രോപ്പിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി U. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് എന്തൊക്കെ തരും എന്നറിയാവോ? N തരും, Q തരും.
അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്പർ ഓഫ് ഡ്രോപ്സ് തരും, നമ്പർ ഓഫ് ഡ്രോപ്സും ഒരു ഡ്രോപ്പിന്റെ ഉള്ള ചാർജും തരും, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പിന്റെ റേഡിയസും തരും. എന്നും ആറും അറിയാമെങ്കിൽ ഈ ആറ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതുപോലെ എന്നും സിയും അറിയാമെങ്കിൽ ഈ ക്യാപിറ്റൽ ലെറ്റർ സി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓർ ഈസ് ദർ എ വൺ കോറിലേഷൻ ബിറ്റ്വീൻ ദീസ്? Q to Q, R to R, C to C, V to V, and E to E, and U to U. ഒരു 1-1 കോറിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിൽ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനുണ്ട്. മിക്ക കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് അത് വേണം. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡൈഗ്രഷൻ ചെയ്യുകയാണ്. അതെന്താണെന്ന് നോക്കൂ. കപ്പാസിറ്റൻസ്, പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ഫീൽഡ്. നോക്കൂ, കപ്പാസിറ്റൻസ്, പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് എനർജി ഓഫ് എ ചാർജ്ഡ് ഡ്രോപ്പ്. നിങ്ങളുടെ കയ്യിൽ ഒരു ചാർജ്ഡ് ഡ്രോപ്പ് ഉണ്ട്. അതിലെ ചാർജ് എത്രയാണ് കുട്ടികളെ? സ്മോൾ ലെറ്റർ ക്യൂ ആയിക്കോട്ടെ, അതിന്റെ റേഡിയസ് ആർ ആയിക്കോട്ടെ. എനിക്ക് അതിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം, അതിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം, അതിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡും എനർജിയും കണ്ടുപിടിക്കണം. ജസ്റ്റ് ലിസൺ ചെയ്യുക, ഒറ്റ അടിക്ക് അങ്ങ് പറഞ്ഞു പോവാൻ ഞാൻ. ഇതാ പൊട്ടൻഷ്യൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ചാർജ് ഡ്രോപ്പിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4π, ശരിയല്ലേ? എപ്സിലോൺ നോട്ട് ചാർജ് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇതാണ് ആ സർഫസ്, ഇതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ. സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെ ഇതിന്റെ ഉള്ളിലും ഉണ്ടാവും. പൊട്ടൻഷ്യൽ വിൽ ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കപ്പാസിറ്റൻസ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കപ്പാസിറ്ററിന് മാത്രമല്ലേ കപ്പാസിറ്റൻസ് ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് ഈ സ്പെറിക്കൽ ഡ്രോപ്പിന്റെ കപ്പാസിറ്റൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊരു സ്പെറിക്കൽ ഡ്രോപ്പ് ആണെങ്കിലും ഒരു സ്പിയർ ആണെങ്കിലും ഓക്കെ, ഇത് ഒരു പ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കരുതാം. ദ അതർ പ്ലേറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. കപ്പാസിറ്ററിന് സാധാരണ 2 പ്ലേറ്റ് അല്ലേ ഉണ്ട്. അപ്പൊ ഒരു പ്ലേറ്റ് ആണെങ്കിൽ തന്നെ ഒരു കപ്പാസിറ്റർ ആയിട്ട് അതിനെ കരുതാം. അതർ ഡ്രോപ്പ് എവിടെയാണെന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക? ഇൻഫിനിറ്റിയിലാണെന്ന് കരുതിക്കൊള്ളുക. അതർ പ്ലേറ്റ് ഇൻഫിനിറ്റിയിലാണെന്ന് കരുതുക. അതുപോലെ ഇതൊരു പ്ലേറ്റ് ആയിട്ട് ഞാൻ കരുതി, അല്ലെങ്കിൽ ഈ സ്പിയർ എന്ന് പറയുന്നത് അതിന്റെ അതർ പ്ലേറ്റ് ഇൻഫിനിറ്റിയിലാണെന്ന് കരുതുകയാണെങ്കിൽ ദിസ് ഈസ് എ കപ്പാസിറ്റർ. ഇറ്റ് മസ്റ്റ് ഹാവ് കപ്പാസിറ്റൻസ്. എല്ലാ കണ്ടക്ടറിനും കപ്പാസിറ്റൻസ് ഉണ്ട് കുട്ടികളെ. ഈവൻ ദിസ് പെന്നിന് വരെ അതിൻ്റെതായ കപ്പാസിറ്റൻസ് ഉണ്ട്. എവറിത്തിങ് ഇൻ ദ വേൾഡ് ഹാസ് കപ്പാസിറ്റൻസ്. എവറിത്തിങ് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഓർ എവറിത്തിങ് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജ്. Therefore everything has capacitance. By definition, what is capacitance? Q by V. C is equal to, do you remember? നോക്കൂ, C is equal to Q by V. ഇതല്ലേ? ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് Q ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് V ഉണ്ട്. അപ്പൊ Q by V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Qവിന്റെ താഴേക്ക് V നെ കൊണ്ടുവന്നാൽ ഈ സാധനത്തിനെ അങ്ങോട്ട് എടുത്താൽ മതി. അപ്പൊ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു Q by V ആണ്. അത് എത്രയായിരിക്കും കുട്ടികളെ? 4πε0r. 4πε0r. കണ്ടോ, കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റേഡിയസ്. റേഡിയസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എപ്സിലോൺ നോട്ട് വാക്വത്തിലായിരിക്കുന്നെങ്കിൽ എപ്സിലോൺ നോട്ട് എടുക്കുക, അല്ലെങ്കിൽ മീഡിയം ഉണ്ടെങ്കിൽ എപ്സിലോൺ ആർ കൂടെ എടുക്കുക. പക്ഷെ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വാട്ട് മെറ്റീരിയൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്പിയർ ആണെങ്കിലും, സിൽവർ കൊണ്ടുണ്ടാക്കിയ ഒരു സ്പിയർ ആണെങ്കിലും, ഈവൻ വാട്ടർ കൊണ്ടുണ്ടാക്കിയ ഒരു സ്പിയർ ആണെങ്കിലും അതിന്റെ കപ്പാസിറ്റൻസ് ഇതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു റേഡിയസ് എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി മുന്നോട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, കപ്പാസിറ്റൻസ് നമ്മൾ എഴുതി, കപ്പാസിറ്റൻസ് എഴുതി, പൊട്ടൻഷ്യൽ. ഇനി ഇലക്ട്രിക് ഫീൽഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1/4πε0 Q ഡിവൈഡഡ് ബൈ R². എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? അതിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ്. സർഫസ്, കാരണം R എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് ആണ്. ഇനി എനർജി, അതാണ് എല്ലാവരും എഴുതുമ്പോൾ തെറ്റിക്കുന്നത്. ഈ സ്പിയറിലെ അല്ലെങ്കിൽ ഈ ചാർജ് കോൺഫിഗറേഷൻ എനർജി എത്രയാണ് കുട്ടികളെ? യു. സ്മോൾ ലെറ്റർ യു എന്നോ ക്യാപിറ്റൽ ലെറ്റർ യു എന്നോ എനിത്തിങ് യു ക്യാൻ റൈറ്റ്. യു എത്രയാ? നമ്മൾ എങ്ങനെയാ എനർജി എഴുതുക? ഒരു കപ്പാസിറ്റന്റ് ചാർജ് അറിയാം, കപ്പാസിറ്റൻസും അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെ എനർജി എഴുതുക എന്ന് ആലോചിച്ചു എനിക്ക്. ചാർജ് അറിയാം, കപ്പാസിറ്റൻസ് അറിയാമെങ്കിൽ Q²/2C എന്ന് എഴുതും. ഇവിടെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, Q²/2C. ഇനി സി ഇതാ ഇവിടെ ഉണ്ട്. സി ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടില്ലേ? അതിവിടെ എടുത്ത് എഴുതുകയാണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് യു ഈസ് ഈക്വൽ ടു Q² ഡിവൈഡഡ് ബൈ 4πε0 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8πε0r എന്ന് കിട്ടി. 8πε0r. ഇത് കണ്ടോ, Q² ഡിവൈഡഡ് ബൈ 8πε0r. ദാറ്റ് ഈസ് വാട്ട് ദ പൊട്ടൻഷ്യൽ എനർജീസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇനി നമുക്ക് ആ ഡ്രോപ്പിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, ഡ്രോപ്പിന്റെ എന്താണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കാൻ പോകുന്നത്? കോമ്പിനേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ. നോക്കിയാൽ ഞാൻ ആദ്യമേ കണ്ടുപിടിക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ്. റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് കുറച്ച് മാത്തമെറ്റിക്കൽ ഐഡിയ ഉള്ള ആർക്കും കണ്ടുപിടിക്കാൻ ഫിസിക്സ് അറിയണമെന്നില്ല. എന്ത് ചെയ്യുക?
ഈ ഡ്രോപ്പുകൾ കൊളൈസ് ചെയ്തിട്ടാണല്ലോ ഈ n ഡ്രോപ്പ് ഉണ്ട് കേട്ടോ. ഇത് എത്ര ഡ്രോപ്പാണ് ഉള്ളത്? n ഡ്രോപ്പ് ഓഫ് റേഡിയസ് സ്മോൾ ലെറ്റർ r. n ഡ്രോപ്പ് ഓഫ് റേഡിയസ് സ്മോൾ ലെറ്റർ r കൊളൈസ് ചെയ്യുന്നു, വലിയ ഡ്രോപ്പ് ആവുന്നു. വലിയ ഡ്രോപ്പിന്റെ നോക്കിക്കേ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ r ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആറും എന്നും അറിയാമെങ്കിൽ, ഈ ആറും എന്നും അറിയാമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ r എത്രയാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? മാസ് കൺസർവേഷൻ അപ്ലൈ ചെയ്യുക. ഈ n ഡ്രോപ്സിന്റെ ടോട്ടൽ മാസിനെ ആ വലിയ ഡ്രോപ്പിന്റെ മാസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. മാസ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വോളിയം ഇക്വേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ ഈസ് ഇൻകംപ്രസിബിൾ, നിയർലി ഇൻകംപ്രസിബിൾ. അതുകൊണ്ട് വോളിയം മാസ് കൺസേർവ്ഡ് ആണെങ്കിൽ വോളിയം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വോളിയം നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഇതിന്റെ വോളിയം എത്രയാണ് കുട്ടികളെ? വലിയ ഡ്രോപ്പിന്റെ വോളിയം ലെറ്റ് മീ റൈറ്റ് 4/3 സ്പിയർ അല്ലേ, പൈ ക്യാപിറ്റൽ ലെറ്റർ r ക്യൂബ്. അതായിരിക്കണം n ചെറിയ ഡ്രോപ്പുകളുടെ വോളിയം. n ഡ്രോപ്പുകളുണ്ട് n എഴുതി, പിന്നെ 4/3 പൈ സ്മോൾ ലെറ്റർ r ക്യൂബ്. ഇത് രണ്ട് സൈഡും വെട്ടാൻ പറ്റുന്നതെല്ലാം വെട്ടിക്കളഞ്ഞ് രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുക്കുകയാണെങ്കിൽ r ഈസ് ഈക്വൽ ടു n ടു ദ പവർ 1/3 r. r ഈസ് ഈക്വൽ ടു n ടു ദ പവർ 1/3 r എന്ന് പറഞ്ഞാൽ r ഈസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ലെറ്റർ r ആണ് ഇവിടെ. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇലമെന്ററി ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. സി n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ n ടു ദ പവർ 1/3 ഗ്രേറ്റർ ദാൻ 1 തന്നെയായിരിക്കും. n ടു ദ ക്യൂബ് റൂട്ട് ഓഫ് n ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കണ്ടീഷൻ എന്താണ്? n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1ന്റെ ക്യൂബ് റൂട്ട് 1 അല്ലേ? 1ന്റെ ക്യൂബ് റൂട്ട് 1 ആണെങ്കിൽ 2ന്റെ ക്യൂബ് റൂട്ട് 1ൽ കൂടുതലായിരിക്കും. 2ൽ കൂടുതൽ നല്ല ഞാൻ പറഞ്ഞു, 1ൽ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ 8ന്റെ ക്യൂബ് റൂട്ട് നിങ്ങൾ എടുത്ത് നോക്കിയേ. 8ന്റെ ക്യൂബ് റൂട്ട് 8ന്റെ ക്യൂബ് റൂട്ട് 1/3 ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ സംതിങ് ഇൻറ്റു സംതിങ് ഇൻറ്റു സംതിങ് ഈസ് 8. അപ്പൊ എത്രയാണ്? 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണ്. അത് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം. If n is greater than 1, cube root of n is also greater than 1. That must be there in your mind. I need it later. Wait. ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി എന്താണെന്ന് നോക്കി. അപ്പൊ ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങൾ കണ്ട ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. r is equal to n to the power 1/3 r. That's a relation connecting radius of the big to radius of the small. ഇനി അടുത്ത നോക്കൂ. കോമ്പിനേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ. എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? റിലേഷൻ ബിറ്റ്വീൻ കപ്പാസിറ്റൻസ്. റിലേഷൻ ബിറ്റ്വീൻ കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, റിലേഷൻ ബിറ്റ്വീൻ കപ്പാസിറ്റൻസ്. എന്താണ് റിലേഷൻ ബിറ്റ്വീൻ കപ്പാസിറ്റൻസ് ചിൽഡ്രൻ? ഈ വലുതിന്റെ കപ്പാസിറ്റൻസ് എങ്ങനെ എഴുതാം? നമുക്ക് നോക്കൂ. വലുതിന്റെ കപ്പാസിറ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πε0r. നമ്മൾ കപ്പാസിറ്റന്റെ ഫോർമുല ഡിറൈവ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു റേഡിയസ് എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടോ? അതുപോലെ ഈ ചെറുതിന്റെ കപ്പാസിറ്റൻസ്, ചെറിയ ഒരു ഡ്രോപ്പിന്റെ, ഒറ്റ ഡ്രോപ്പിന്റെ കപ്പാസിറ്റൻസ് ആണ് കേട്ടോ. 4πε0 small letter r, where capital letter r is the radius of big drop and small letter r is the radius of the small drop. ഇനി നമുക്ക് ഒരെണ്ണത്തിനെ ഈ വലിയ സി നെ ചെറിയ സി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് r/r എന്നല്ലേ കിട്ടുക. വാട്ട് ഈസ് r/r? n to the power 1/3, n to the power 1/3, n to the power 1/3. ഇനിയും അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം കപ്പാസിറ്റൻസ് ഓഫ് ദ ബിഗ് ഡ്രോപ്പ് ഈസ് n to the power 1/3 time capacitance of the smaller drop. That must be in your mind. That must be in your mind. ഇപ്പൊ എന്തെല്ലാം റിലേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്ത് നോക്കിയ കുട്ടികളെ? എന്തെല്ലാം റിലേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത്? റേഡിയസിന്റെ റിലേഷൻ ഡിറൈവ് ചെയ്തു, കപ്പാസിറ്റൻസിന്റെ ചെയ്തു. ഈ റേഡിയസിന്റെ ഒപ്പം വേറെ റിലേഷനോടെ ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? ഈ വലിയതിലെ ചാർജും ചെറുതിലെ ചാർജും തമ്മിൽ എന്താണ് ബന്ധം? ചാർജുകൾ തമ്മിലുള്ള റിലേഷൻ ഞാൻ ഡിറൈവ് ചെയ്തില്ലോ, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നേ ഉള്ളൂ. That's not a big deal. Okay, everyone in the world knows that because n drops are being collized and a big drop is formed. അതുകൊണ്ട് വലിയ ഡ്രോപ്പിലെ ചാർജ് Q എന്ന് പറയുന്നത് obviously n times ചാർജ് ഓൺ സ്മോൾ ലെറ്റർ ആയിരിക്കും. ചാർജ് ഓൺ സ്മോൾ ഡ്രോപ്പ് ആയിരിക്കും, ഇല്ലേ? ഇത് പിന്നെ പറയാണ്ട് പറഞ്ഞ കാര്യമാണ്. ഇറ്റ്സ് നീഡ് നോട്ട് ബി സെഡ്. ഇറ്റ് ഇസ് വെരി ഒബിയസ്. ഇറ്റ് ഇസ് സോ സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പൊ 3 റിലേഷൻ ഞാൻ ഡിറൈവ് ചെയ്തത്. എന്തൊക്കെയാ? ചാർജുകൾ തമ്മിലുള്ള റിലേഷൻ, റേഡിയസുകൾ തമ്മിലുള്ള റിലേഷൻ ആൻഡ് വാട്ട്? കപ്പാസിറ്റൻസ് തമ്മിലുള്ള റിലേഷൻ. ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചിൽഡ്രൻ. വെരി ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ഈസ് ബീങ് ആസ്ക്ഡ് ഫ്രം ദിസ്. സോ ബി സോ മച്ച് അറ്റൻറ്റീവ് ഇൻ വാട്ട് ഐ ആം ഗോയിങ് ടു സേ. ഇതിന്റെ പൊട്ടൻഷ്യൽ വി ആണെന്ന് വിചാരിക്കുക കുട്ടികളെ. വി. ഈ ചെറുതിന്റെ പൊട്ടൻഷ്യൽ സ്മോൾ ലെറ്റർ വി ആണെന്ന് വിചാരിക്കുക. ഈ വലുതിലെ ചാർജ് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആണെന്ന് നിങ്ങൾക്കറിയാം. വലുതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണെന്ന് അറിയാം. ചെറുതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണെന്നെല്ലാം ഞാൻ പറഞ്ഞതാണ്.
Then let us write the potential of the big one. How much is that? Everyone knows that. എന്താണ് 1 divided by 4 pi epsilon naught charge divided by radius. That's a potential. ഇനി ചെറുതിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? സ്മോൾ ലെറ്റർ v is equal to v. സ്മോൾ ലെറ്റർ v stands for the potential on the small drop. എന്താണ് കുട്ടികളെ? ചെറുതിന്റെ പൊട്ടൻഷ്യൽ. ഒറ്റ ഡ്രോപ്പിന്റെ ആണ് പറയുന്നത്. ചെറിയ ഒരു ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ ഞാൻ എഴുതാൻ പോവാ. How much is that? 1 divided by, നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ കേട്ടോ, ഞാൻ കാണുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്ത് പോവാന്ന് ആരും വിചാരിക്കേണ്ട. I am looking at your chat. If you have doubt, you can utilize that. 4 pi epsilon naught, ആ ചെറുതിലെ ചാർജ് ഡിവൈഡ് ബൈ ചെറുതിന്റെ റേഡിയസ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. വലിയ പൊട്ടൻഷ്യലിനെ ചെറിയ പൊട്ടൻഷ്യൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വലിയ പൊട്ടൻഷ്യലിനെ ചെറിയ പൊട്ടൻഷ്യൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വലിയ ചാർജിനെ ചെറിയ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ ചെറിയ റേഡിയസിനെ വലിയ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കിയ കുട്ടികളെ, വാട്ട് ഈസ് ദാറ്റ്? വലിയ ചാർജ് ബൈ ചെറിയ ചാർജ് എന്ന് പറഞ്ഞാൽ n ആണ് അല്ലേ? ചെറിയ റേഡിയസ് ബൈ വലിയ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1 divided by 1 by n ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1 divided by n to the power 1/3 ആണ്. 1 divided by, ഒന്നുകൂടെ വൃത്തിയായിട്ട് ഞാൻ എഴുതാം, ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. 1 divided by n to the power 1/3. How much is that? n to the power 2/3 അല്ലേ അത്? n to the power 2/3. Okay, thank you for chatting. Thank you for chatting. ക്ലിയർ ആവുന്നില്ല എന്ന് പറയണം. ക്ലിയർ ആവുന്നുണ്ടെ ക്ലിയർ ആവുന്നു എന്ന് പറയണം. It will be a boost for me if you say that you understand what I am telling. Okay. അപ്പോൾ this is the moral of the story. How will you relate the potential of the big drop to the potential of small drop? Potential of the big drop is n to the power 2/3 times potential of the small drop. This is how they are related. പൊട്ടൻഷ്യൽ ഞാൻ സംഭവം റിലേറ്റ് ചെയ്ത് കുട്ടികളെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ ഇലക്ട്രിക് ഫീൽഡ് റിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് റിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് റിലേറ്റ് ചെയ്യുന്നത്. എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. 1-2 ആളുടെ പേരെടുത്ത് പറഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും മറ്റുള്ളവരെ ഞാൻ കെയർ ചെയ്യുന്നില്ല. ഞാൻ എല്ലാവരെയും കാണുന്നു. ഐ ആം ഹാപ്പി ടു സീ യു ഓൾ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ അവസാനം വരെ എൻ്റെ ഒപ്പം നിൽക്കണം, ഇട്ടിട്ട് പോകരുത്. ചിലപ്പോൾ നമ്മുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റിനോട് കയറി ഇറങ്ങിപ്പോവും. ഇൻട്രസ്റ്റ് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഓക്കെ, നൗ കോമ്പിനേഷൻ ഓഫ് ഡ്രോപ്സ്. വാട്ട് വി വാണ്ട്? റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ്. ഇതിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്ന് വിചാരിക്കും കുട്ടികളെ. ക്യാപിറ്റൽ ലെറ്റർ ഇ. ഈ ചെറുതിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ്. പക്ഷെ ഞാൻ വലിപ്പം കുറച്ച് എഴുതിയിരിക്കുക കേട്ടോ. വലിപ്പം കുറച്ച് ക്യാപിറ്റൽ ലെറ്റർ ഇ കണ്ടാൽ ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് സ്മോൾ ഡ്രോപ്പ്. വലിയ ഇ കണ്ടാൽ ദാറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ബിഗ് ഡ്രോപ്പ്. ബിഗ് ഡ്രോപ്പിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്, അതിലെ ചാർജ് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആണ്. സ്മോൾ ഡ്രോപ്പിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്, അതിലെ ചാർജ് ക്യൂ ആണ്. ദിസ് ഈസ് ദ ബേസിക് ഇൻഫർമേഷൻ യു ഹാവ് ഹാഡ് ഓൾറെഡി. ഇനിയും നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ബിഗ് ഡ്രോപ്പ് ഞാൻ എഴുതാൻ പോവുകയാണ്. ഹൗ വിൽ ഐ റൈറ്റ് ഇറ്റ്? 1 divided by 4 pi epsilon naught q divided by r അല്ല r square. This electric field, you know. ഇത് എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്? അതിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ എഴുതി കേട്ടോ. ദാറ്റ്സ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ബിഗ് ഡ്രോപ്പ്. ഇനി ഹൗ വിൽ ഐ റൈറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് സ്മോൾ ഡ്രോപ്പ് ചിൽഡ്രൻ? അത് ഞാൻ ഇ എന്ന് എഴുതുന്നേ, പക്ഷേ വൈറ്റ് സൈസ് കുറച്ച് ചെറിയ എഴുതുന്ന അത്രേ. ഓക്കെ, is equal to again 1 divided by 4 pi epsilon naught small letter q divided by small letter r square. ഇനി നമ്മുടെ യൂഷ്വൽ ബിസിനസ് നമ്മൾ ചെയ്യുകയായിരുന്നു. എന്താണ് നമ്മുടെ യൂഷ്വൽ ബിസിനസ്? വലിയ ഇനെ ചെറിയ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വലിയ ഇനെ ചെറിയ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്യൂവിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സ്മോൾ ലെറ്റർ ആർ സ്ക്വയറിനെ ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വലിയ ക്യൂവിനെ സ്മോൾ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന n ആണ്. r by r 1 divided by n to the power 1/3 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 divided by n to the power 2/3 എന്ന് വരും. വാട്ട് ഈസ് ദാറ്റ് ചിൽഡ്രൻ? n divided by n to the power 2/3 എന്ന് പറയുന്നത് n to the power 1/3 തന്നെയാണ്. ഇപ്പോ ലാസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ബിഗ് ഡ്രോപ്പ് ഈസ് n to the power 1/3 times the electric field in the small drop. That must also be a result. ഇതെല്ലാം കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജെഇക്ക് 1 മിനിറ്റിന് മുമ്പ് പ്രോബ്ലം ചെയ്യാം. നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജെഇക്ക് 1 മിനിറ്റിൽ ഒരു പ്രോബ്ലം ചെയ്യാന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള, ഇതൊന്നും ഷോർട്ട് കട്ട് അല്ല കേട്ടോ. ദീസ് ആർ ഓൾ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് നല്ല മെമ്മറി ഉണ്ടെങ്കിൽ ഇതെല്ലാം ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എന്നുണ്ടാവും,
E ഉണ്ടെങ്കിൽ E കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ബിഗ് ഡ്രോപ്പ് ക്യാൻ ബി ഫൗണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ എനർജി. എന്താണ് ഞാൻ പറഞ്ഞത്? ഇതിലെ എനർജി ക്യാപിറ്റൽ യു, ഇതിലെ എനർജി സ്മോൾ ലെറ്റർ യു. ഓക്കെ, ഇതിന്റെ സർഫസിലെ ചാർജ് ക്യൂ, റേഡിയസ് ആർ. ഈ ചെറുതിന്റെ ചാർജ് സ്മോൾ ലെറ്റർ ക്യൂ, റേഡിയസ് സ്മോൾ ലെറ്റർ ആർ. ജസ്റ്റ് റൈറ്റ് ദ ഇക്വേഷൻ children. How will you write the equation of energy? Energy's equation can be written this way. See, energy on the big drop is equal to, how will you write? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. Q square divided by 2C. 2C എന്ന് പറഞ്ഞാൽ 8 pi epsilon naught r എന്ന് വരും. Q square divided by 2C. C എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. Q square divided by 2C. ഇതിന്റെ എനർജി എത്രയാണ്? Q square, അതിന്റെ Q square divided by 8 pi epsilon naught, അതിന്റെ റേഡിയസ് r. ഇനി നമ്മൾ യൂഷ്വൽ ബിസിനസ്സിലേക്ക് പോവുകയാണ്. വലിയ എനർജിയെ ചെറിയ എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് Q ഡിവൈഡഡ് ബൈ Q ഓൾ സ്ക്വയർ ഇല്ലേ, ഇൻറ്റു വലിയ ആറ് അല്ല ചെറിയ ആറ് ഡിവൈഡഡ് ബൈ വലിയ ആറ്. നോക്കൂ, ദാറ്റ്സ് വെരി ഒബിയസ് ഫ്രം ദിസ് ടു സ്റ്റെപ്സ്. Q ഡിവൈഡ് ബൈ Q സ്ക്വയർ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ് കുട്ടികളെ. അത് r ബൈ r എന്ന് പറഞ്ഞാൽ 1 ടു ദ പവർ 1 ഡിവൈഡഡ് ബൈ n ടു ദ പവർ 1/3 ആണ്. അത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 2 മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ 5/3 ആണ്. അപ്പൊ n ടു ദ പവർ അല്ലെ 5/3 എന്ന് വന്നു. n ടു ദ പവർ 5/3. അപ്പോ ഇതാ റിസൾട്ട്. ഹിയർ ഈസ് ദ റിസൾട്ട്. ഹിയർ ഈസ് ദ റിസൾട്ട്. വാട്ട് ഈസ് ദാറ്റ്? n ടു ദ പവർ 5/3 ടൈംസ് എനർജി ഓഫ് ദ സ്മോൾ വൺ. ഇനിയും ഇത്ര റിസൾട്ട് ആണ് നിങ്ങൾ പണം പഠിക്കേണ്ടത്. ഇനി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞെട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പാരഡോക്സ് ഇല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ ചെറിയ ഡ്രോപ്പുകൾ കമ്പൈൻ ചെയ്ത് വലിയ ഡ്രോപ്പ് ആകുമ്പോൾ ആ വലിയ ഡ്രോപ്പിന്റെ എനർജി ചെറിയ ഡ്രോപ്പിന്റെ എനർജി മൊത്തത്തിലുള്ളതിനേക്കഴിഞ്ഞും കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ കുട്ടികളെ. ഇത് എനർജി ഫൈനൽ, യു ഫൈനൽ ചിൽഡ്രൻ. ഇത് ഫൈനൽ സിസ്റ്റം. ഇതിന്റെ മൊത്തത്തിലുള്ള എനർജി യു ഇനീഷ്യൽ മൊത്തത്തിലുള്ളതാ കേട്ടോ. യു ഇനീഷ്യൽ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ഏതായിരിക്കും വലുത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ഏതായിരിക്കും വലുത്? ഏതായിരിക്കും കുട്ടികളെ വലുത്? പറയാൻ പറ്റുമോ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതേ ഉള്ളൂ. സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എനർജി കുറവായിരിക്കും, ഇതായിരിക്കും കൂടുതൽ എന്നാണ്. സാധാരണ എല്ലാ പ്രോസസ്സിലും നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? എനർജി നഷ്ടപ്പെടും, അതുകൊണ്ട് ഫൈനൽ എനർജി ഈസ് ലെസ്. ഇത് ലെസ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുന്നത് ഈ രണ്ടും ഈക്വൽ ആയിരിക്കും എന്നായിരിക്കും. പക്ഷെ രണ്ടും തെറ്റാണ്. ഇതിന്റെ എനർജി ഈ മൊത്തത്തിലുള്ള എനർജി കഴിഞ്ഞും കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞെട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും സംശയദൃഷ്ടിയോടുകൂടി നിങ്ങൾ നോക്കുന്നുണ്ടാവും അതെങ്ങനെ സംഭവിക്കുന്നു ഇല്ലേ? സംഭവിക്കും. എങ്ങനെയാണെന്നറിയാവോ? ലിസൺ ടു മീ കെയർഫുള്ളി. ഇതെല്ലാം ഒരേ ചാർജുള്ള ഡ്രോപ്പ് അല്ലേ? പോസിറ്റീവ് ആണ്, എല്ലാം പോസിറ്റീവ് അല്ലേ കുട്ടികളെ? ഈ ഡ്രോപ്പുകൾ തന്നെ വന്ന് കൊളൈസ് ചെയ്ത് ഇങ്ങനെ ആവുമോ? ഈസ് ഇറ്റ് എ സ്പോണ്ടേനിയസ് പ്രോസസ്? വിൽ ഇറ്റ് ഹാപ്പൻ? ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ദിസ് ചാർജ്ഡ് ഡ്രോപ്പ് വിൽ നെവർ കൊളൈസ് ബൈ ഇറ്റ്സെൽഫ്. someone has to join them. Someone has to combine them. അപ്പൊ ഈ someone ഉണ്ടല്ലോ, ഏതോ ഒരു ഏജന്റ്, I don't know who that someone is, but so-called someone has to do the work. So-called someone has to do the work to make this small drop join and become one drop. അപ്പൊ എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്തു, എന്നിട്ട് ഇതിനെ കുഴയ്ക്കുക എന്ന് പറഞ്ഞത് തെറ്റാണ്, ജോയിൻ ചെയ്ത് വലിയൊരു ഡ്രോപ്പ് ആക്കി. അപ്പൊ എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ആ എക്സ്റ്റേണൽ ഏജന്റ് ചെയ്ത വർക്ക് കൂടെ കൂടുന്നതാണ് ഈ ഫൈനൽ എനർജി. ഇതിന്റെ എനർജി, ഫോർ എക്സാമ്പിൾ, ഇതിന്റെ എനർജി 5 ജൂൾ ആണെന്ന് വിചാരിക്കുക. ഈ എക്സ്റ്റേണൽ ഏജന്റ് ഒരു 2 ജൂൾ വർക്ക് കൂടെ ചെയ്തു എന്ന് വിചാരിക്കുക. എന്തിന്? അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനൽ സിസ്റ്റത്തിന് 7 ജൂൾ എനർജി ഉണ്ടാവും. ഇപ്പൊ ക്ലിയർ അല്ലേ? യെസ്. അത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐ ആം ഗോയിങ് ടു ഫൈൻഡ് എനർജി ഗെയിൻ. ഹൗ വിൽ യു ഫൈൻഡ്? ഹിയർ എനർജി ഗെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ ഇതിന്റെ എനർജി മൈനസ് n ടൈംസ് സ്മോൾ ലെറ്റർ യു. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്?
യു മൈനസ് എൻ ടൈംസ് സ്മോൾ ലെറ്റർ യു. എന്താ എൻ ടൈംസ് സ്മോൾ ലെറ്റർ യു? എന്താ ഈ സ്മോൾ ലെറ്റർ യു? ഒരു ഡ്രോപ്പിന്റെ എനർജി, ഒരെണ്ണത്തിന്റെ എനർജി. എൻ ടൈംസ് സ്മോൾ ലെറ്റർ യു എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൊത്തത്തിലുള്ള എനർജി. ഇതിന്റെ എനർജിയിൽ നിന്ന് ഇതിന്റെ എനർജി കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നൊന്ന് നോക്കാം, ചുമ്മാ ഒന്ന് നോക്കാം. ലെറ്റ് മീ ട്രൈ. യു എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ യുവിന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ എൻ ടു ദ പവർ 5/3 യു അല്ലേ, മൈനസ് എൻ യു അല്ലേ? ആലോചിച്ച് നോക്കി. ഇനി ഞാൻ എന്ത് യു പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എൻ ടു ദ പവർ 5/3 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? 2/3. എൻ ടു ദ പവർ 2/3 യു എന്ന് കിട്ടി. ശരിയാണോ? 5/3 മൈനസ് 1. യെസ്. ഈ യു അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എൻ ടു ദ പവർ 2/3 യു എന്ന് പറയുന്നത് എന്താ? ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ അല്ല, ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0r. ഇത്രോ എനർജി ഗെയിൻ ആണ്. ഗെയിൻ നോക്കി, ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. വാട്ട് ഈസ് നെഗറ്റീവ് ഹിയർ? നത്തിങ് ഈസ് നെഗറ്റീവ് ദേർ. ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ക്യൂ നെഗറ്റീവ് ആണെങ്കിലും ക്യൂ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും കുട്ടികളെ. അപ്പൊ പോസിറ്റീവ്ലി ചാർജ് പാർട്ടികൾ ആണെങ്കിലും നെഗറ്റീവ്ലി ചാർജ് പാർട്ടികൾ ആണെങ്കിലും ഇത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി കൂടും. സാധാരണ എക്സ്പെക്ടേഷനിൽ നിന്നും എതിരാണിത്. അതിന്റെ കാരണം ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. നോട്ട് ഈവൻ ഇൻ ക്വാണ്ടം ലെവൽ. ക്വാണ്ടം മെക്കാനിക്സിൽ പോലും വയലേഷൻ ഓഫ് എനർജി ഈസ് നോട്ട് ഒബ്സർവ്ഡ്. Violation of energy in the sense, violation of law of conservation of energy is nowhere observed in universe. Nowhere observed in universe. So it will not be violated in this case also. Okay, good. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കട്ടെ എത്ര സമയമായി, ഞാൻ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ, സമയം നോക്കട്ടെ. ഓക്കെ, 1/2 മണിക്കൂർ. ഓ ഗോഡ്, ഐ ഷുഡ് ഗോ ലിറ്റിൽ മോർ ഫാസ്റ്റ്. നോക്കൂ ഇവിടെ നോക്കൂ. ഗുഡ്. എന്താണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ഭാഗത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. 27 സ്മോളർ ഡ്രോപ്പ്. ഈ 27 കാണുമ്പോഴേ നിങ്ങൾ ഏതിന്റെ ക്യൂബാണ് ഇതെന്ന് മനസ്സിലാക്കുക. 27 ഏതിന്റെയോ ഒരു ക്യൂബ് റൂട്ടാണ്. സോറി, 27ന്റെ ക്യൂബ് റൂട്ട്. എന്തിന്റെയോ ക്യൂബാണ് 27. അപ്പോൾ 27ന്റെ ക്യൂബ് റൂട്ട് ഏതാണെന്ന് നിങ്ങൾ അപ്പോഴേ മനസ്സിൽ കരുതണം. സിമിലർ ഡ്രോപ്പ് ഓഫ് മെർക്കുറി ആർ മെയിൻറ്റൈൻഡ് അറ്റ് 10 വോൾട്ട് ഈച്ച്. ഓരോന്നിന്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എൻ, ഇത് ദിസ് ഈസ് എൻ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ വി തന്നിട്ടുണ്ട്. ഓൾ ദീസ് സ്പെറിക്കൽ ഡ്രോപ്പ് കമ്പൈൻ ടു എ ബിഗ് ഡ്രോപ്പ്. വലിയ ഡ്രോപ്പായി. പൊട്ടൻഷ്യൽ എനർജി തിരക്കിട്ട് വായിച്ചിട്ട് മിസ്റ്റേക്ക് ചെയ്യരുത്. പൊട്ടൻഷ്യൽ അല്ല ചോദിച്ചിട്ടുള്ളത്, പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബിഗ് ഡ്രോപ്പ് ഈസ് ഡാഷ് ടൈംസ് ദാറ്റ് ഓഫ് ദ സ്മോളർ ഡ്രോപ്പ്. ചെറിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ എത്ര ടൈംസ് ആണ്? എത്ര ടൈംസ് ആണ് വലുതിന്റെ പൊട്ടൻഷ്യൽ എനർജി? ഇപ്പൊ വലുതിന്റെയും ചെറുതിന്റെയും പൊട്ടൻഷ്യൽ എനർജിയെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ നിങ്ങൾക്ക് അറിയാമോ? 1 മിനിറ്റിനുള്ളിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതൊക്കെ പഠിച്ചു വെക്കണം. ഇത് ഏത് വർഷം ചോദിച്ചതാ നോക്കൂ. ഫെബ്രുവരി 26, 2021 സെക്കൻഡ് ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ. വെരി റീസെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ. someone has said the answer. Congratulations. ആരെങ്കിലും ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ പേരെടുത്ത് കൺഗ്രാജുലേറ്റ് ചെയ്യും കേട്ടോ. ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഷഫീഖ്. ഷഫീഖ് did this. Good. Gopika has also done. This is what it is. Look, വലിയ ഡ്രോപ്പിന്റെ എനർജിയും ചെറിയ ഡ്രോപ്പിന്റെ എനർജിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ ഇതാണ്. എനർജി n to the power 5/3. 5/3 ആണ് എപ്പോഴും താഴെ വരുന്നത് കേട്ടോ. 3 comes always down. 5/3 times the energy of small one. എനർജി ഓഫ് സ്മോൾ വൺ തന്നിട്ടില്ല, പൊട്ടൻഷ്യലേ തന്നിട്ടുള്ളൂ. നമുക്ക് എനർജി ഓഫ് സ്മോൾ വൺ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? എത്ര ടൈംസ് ഇത് കണ്ടുപിടിച്ചാൽ മതി, ദിസ് വൺ. ഓക്കെ, അപ്പൊ n എത്രയാണ്? u ഈസ് ഈക്വൽ ടു 27 to the power 5/3 u. കുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും ഇല്ലേ? നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. 27th 5th പവർ കണ്ടിട്ട് ക്യൂബ് റൂട്ട് എടുക്കുക. 5th പവർ എന്ന് പറഞ്ഞാൽ 27 × 27 5 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അത് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ക്യൂബ് റൂട്ട് എടുത്തിട്ട് 5th പവർ എടുക്കുന്നതായിരിക്കും എളുപ്പം. 2 രീതിയിലും ചെയ്യാം കേട്ടോ. യു ക്യാൻ ഡു in either ways and your answer will not change. What should you do? Take the cube root of 27, then find
റേസ് ഇറ്റ് ടു ദ പവർ 5. അപ്പോൾ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 27 ക്യൂബ് റൂട്ട് എത്രയാണ് കുട്ടികളെ? 3 × 3 × 3 അല്ലേ 27. അപ്പോൾ u ഈസ് ഈക്വൽ ടു, ലുക്ക്, u ഈസ് ഈക്വൽ ടു, യു ക്യാൻ റൈറ്റ് 3 to the power 5 u എന്ന് എഴുതാം. ഇനി 3 to the power 5 എത്രയാ? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? 3 × 3 × 3 × 3 × 3 ഇതാണ് ചെയ്യേണ്ടത്. ഈ 2 3 കൂടിയാൽ 9 ആയില്ലേ? ഈ 2 3 മൾട്ടിപ്ലൈ ചെയ്താൽ 9 ആയില്ലേ? പിന്നെ ഒരു 3 അല്ലേ ഇവിടെ നിൽക്കുന്നത്? 9 × 9 81 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 24, 243. u ഈസ് ഈക്വൽ ടു 243 u. ഇതാണ് നമ്മുടെ ആൻസർ, 243. ഓ, കുറെ കുട്ടികൾ ആൻസർ പറഞ്ഞു. ഐ ആം ഹാപ്പി ടു സീ യു ഓൾ ടെല്ലിംഗ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? അതോ വെള്ളത്തിൽ വരച്ച വരയാണോ ക്ലാസ്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലാസ്? പറയൂ. ഒന്ന് ചാറ്റ് ചെയ്യടോ. എന്നിട്ട് അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ലെറ്റ് us go to the next problem. Look, 512. യെസ്, കുറെ കുട്ടികൾ പറയുന്നുണ്ട്. ഓക്കെ 512 ഐഡന്റിക്കൽ ഡ്രോപ്പ്. 512 എന്തിന്റെ ക്യൂബാണെന്ന് അറിയാവോ? 8ന്റെ ക്യൂബാണ് കേട്ടോ. 512 എന്ന് പറഞ്ഞാൽ 8ന്റെ ക്യൂബാണ്. തരുന്നത് എന്തിയോ ഒരു നമ്പറിന്റെ ക്യൂബായിരിക്കും കുട്ടികളെ. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. 1 തൊട്ട് 10 വരെയുള്ള നമ്പറിന്റെ ക്യൂബ് ഒന്ന് പഠിച്ചു വെക്കുവാണെങ്കിൽ ബെറ്റർ. 1 തൊട്ട് 10 വരെയുള്ളത് മിനിമം പഠിച്ചാൽ എവിടെയാലും നിങ്ങൾക്ക് ഉപകരിക്കും. സംഭവം 512 ഐഡന്റിക്കൽ ഡ്രോപ്പ് ഓഫ് മെർക്കുറി ആർ ചാർജ് ടു എ പൊട്ടൻഷ്യൽ 2 volt each. ഓരോന്നിന്റെയും പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ദ ഡ്രോപ്പ് ആർ ജോയിൻ ടു ഫോം എ സിംഗിൾ ഡ്രോപ്പ്. ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ബിഗ് ഡ്രോപ്പ്. വലിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ വലിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യലും ചെറിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയണം. വാട്ട് ഈസ് ദാറ്റ്? വലിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു n to the power 2/3. 3 എപ്പോഴും താഴെ വരുമെന്ന് ഞാൻ പറഞ്ഞ 2/3 ടൈംസ് പൊട്ടൻഷ്യൽ ഓഫ് ദ സ്മോളർ വൺ. അപ്പൊ പൊട്ടൻഷ്യൽ ഓഫ് ദ ബിഗ് വൺ ഈസ് ഈക്വൽ ടു 512 to the power 2/3 ടൈംസ് പൊട്ടൻഷ്യൽ ഓഫ് സ്മോൾ വൺ 2 volt. ഇത് 2 volt ആണെന്ന് ക്വസ്റ്റ്യനുണ്ട്. 512ന്റെ ക്യൂബ് റൂട്ട് എടുത്തിട്ട് സ്ക്വയർ ചെയ്യും കുട്ടികളെ. സ്ക്വയർ ചെയ്തിട്ട് ക്യൂബ് റൂട്ട് എടുക്കാൻ പോകരുത്. ആദ്യമേ ക്യൂബ് റൂട്ട് എടുക്കുക, എന്നിട്ട് സ്ക്വയർ ചെയ്യേ. അപ്പൊ v ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 8, പിന്നെ അതിനെ സ്ക്വയർ ചെയ്യണം ഇൻറ്റു 2. v ഈസ് ഈക്വൽ ടു 8 8 64 ഇൻറ്റു 2. 64 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 128 അല്ലേ? 128 വോൾട്ട് ആണ് ആൻസർ. 128. ഇതും ഏത് വർഷം ചോദിച്ചതാണെന്നൊന്ന് നോക്കിക്കോളൂ. February 25, 2021. അപ്പൊ ഇനി ഇങ്ങനത്തെ പ്രോബ്ലം തന്ന് ഞാൻ നിങ്ങളുടെ സമയം മെനക്കെടുത്തുന്നില്ല. ഈ ടൈപ്പ് പ്രോബ്ലം ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, യു ഹാവ് ടു പ്രാക്ടീസ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ബൈ യുവർ സെൽഫ്. And there is all likely that this type of problems will be asked in your coming exam. Okay, go to this. Potential due to concentric charged shell. Potential due to concentric charged shell. എന്താണ്? ഷെല്ലാണ്, ചാർജ്ഡ് ആണ്, കോൺസെൻട്രിക് ആണ്. ഇത് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ഞാൻ മടങ്ങി വരും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ. അത് പറയണമെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സി, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് ഷെൽ ഓർ സോളിഡ് കണ്ടക്ടിങ് സ്പിയർ. ഇതൊരു ഷെല്ലാണ്, യൂണിഫോംലി ചാർജ്ഡ് ആണ്. യൂണിഫോംലി ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ സർഫസേ ഉള്ളു ഇതിന്, കാരണം ഇറ്റ് ഇസ് എ തിൻ ഷെൽ. യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്തു. ഇനി ഇതൊരു സോളിഡ് കണ്ടക്ടിങ് സ്പിയർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ചാർജ് കൊടുത്താലും ആ ഉള്ളിൽ ചാർജ് നിൽക്കില്ല. ദേ റിപ്പൽസ് ആൻഡ് സ്പ്രെഡ് ഓവർ ദ സർഫസ്. കാരണം ഇതൊരു കണ്ടക്ടർ അല്ലേ. ചാർജ് ക്യാൻ ഫ്ലോ ടു ദ surface, and what will happen? That charge will be distributed over the surface like this, just like this. In the radius r ആയിക്കോട്ടെ കുട്ടികളെ, ക്യാപിറ്റൽ ലെറ്റർ r. ഇതിന്റെ റേഡിയസും ക്യാപിറ്റൽ ലെറ്റർ r ആയിക്കോട്ടെ. ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ഇത് രണ്ട് സിമിലർ അല്ലേ? എന്താ വ്യത്യാസം? ഒരെണ്ണം ഷെല്ലാണ്, ഒരെണ്ണം സ്പിയർ ആണെന്ന് വിചാരിച്ചിട്ട് ആരാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്? അതിലെ ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് അല്ലേ? അല്ലാണ്ട് ഷെല്ലും അല്ല ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, സ്പിയറും അല്ല. അതിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ദ ചാർജ് കോൺഫിഗറേഷൻ ലുക്ക് സെയിം ഫോർ ദിസ് ഷെൽ ആൻഡ് ദിസ് സോളിഡ് സ്പിയർ. Therefore, the electric field will be similar in both the case. നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഐ ആം വിത്ത്ഡ്രോയിങ് മൈ വേർഡ്സ്.
പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങളല്ലേ ഇലക്ട്രിക് ഫീൽഡും നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നറിയാം. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലേ കുട്ടികളെ? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇവിടെ 0, ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഉള്ളിലത്തെ കാര്യം ഞാൻ പറഞ്ഞ, പുറത്ത് അങ്ങനെ ആയിരിക്കില്ല. പുറത്ത് ഇറ്റ് വിൽ വേരി. കാരണം പുറത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. ദെൻ ഇവിടെയും എന്താണ്? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ്. ഈ പൊട്ടൻഷ്യലിന്റെ ഫംഗ്ഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. ഈ പൊട്ടൻഷ്യലിന്റെ ഫംഗ്ഷന് ഉള്ളിലൊരു ഫംഗ്ഷനും പുറത്ത് വേറൊരു ഫംഗ്ഷനും. അല്ലാണ്ട് ഉള്ളു തൊട്ട് പുറത്ത് വരെ ഒരേ ഫംഗ്ഷൻ അല്ല. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ. മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതിന്റെ ബൗണ്ടറി R ആണ്. എന്ന് പറഞ്ഞാൽ R ലെസ് ദാൻ Rൽ ഒരു ഫംഗ്ഷൻ കിട്ടും, R ഗ്രേറ്റർ ദാൻ Rൽ വേറൊരു ഫംഗ്ഷനും കിട്ടും. അത് ഞാൻ എഴുതാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. സമയം കളയുന്നില്ല. ലെറ്റ് മീ ഹറി അപ്പ്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എന്താണ് കുട്ടികളെ? പൊട്ടൻഷ്യൽ ഇറ്റ് മസ്റ്റ് ബി എ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഹൗ വുഡ് ഇറ്റ് ലുക്ക് ലൈക്ക്? യു നോ ചാർജ് ഓൺ ഇറ്റ്. ഞാൻ ചാർജ് ഇതിലെ ക്യാപിറ്റൽ ലെറ്റർ Q എന്ന് കൊടുക്കാം. ഇതിലെ ചാർജും ക്യാപിറ്റൽ ലെറ്റർ Q. അപ്പൊ Q ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദാറ്റ്? 4 pi epsilon naught. ഉള്ളിലെ അല്ലേ ഞാൻ പറഞ്ഞ പൊട്ടൻഷ്യൽ? ഉള്ളിലെ 4 pi epsilon naught R. സർഫസിലെ അതേ പൊട്ടൻഷ്യൽ ആണ് ഉള്ളിലും. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? ദിസ് ഈസ് വെൻ സ്മോൾ ലെറ്റർ R ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ R. എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്റർ മുതൽ സർഫസ് വരെ ഒരേ പൊട്ടൻഷ്യൽ ആണ്. ഇറ്റ് ഡസൻ ചേഞ്ച്. ഇനിയും നിങ്ങൾ ഇതിന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരികയെന്ന് വിചാരിക്കുക. അപ്പോഴത്തെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? അത് Q ഡിവൈഡഡ് ബൈ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ പോയിന്റ് ചാർജ്. ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ പോയിന്റ് ചാർജ്. 4 pi epsilon naught സ്മോൾ ലെറ്റർ R. ഇതെപ്പോഴാണ് കുട്ടികളെ യൂസ് ചെയ്യുക? സ്മോൾ ലെറ്റർ R ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ R ആവുമ്പോൾ. എന്ന് പറഞ്ഞാൽ when you are outside you have to use this formula. When you are inside you have to use that formula. That means it's a piecewise defined function. ഇനി how does this graph look like? ഈ ഗ്രാഫ് എങ്ങനെയാ? ഇത് കണ്ടോ? up to R the potential is constant. ഇത് R ആണെന്ന് വിചാരിക്കുക. ഞാൻ ഗ്രാഫ് വരയ്ക്കുക, ശ്രദ്ധിക്കൂ. up to R potential is constant. See here, this is constant. Potential is constant. After that potential varies. എങ്ങനെ? റെക്ടാങ്കുലർ ഹൈപ്പർബോള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു R ആണ്. therefore potential varies like this. See, പൊട്ടൻഷ്യൽ ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു ഡിസ്റ്റൻസ് ആണ്. ഇത്ര ഐഡിയ ഉണ്ടാവണം. മേജർ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഐഡിയ എന്താന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഉള്ളിലെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണോ ഉള്ളിൽ അതേ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ 10 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഏത്? സർഫസിലെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് 10 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഉള്ളിൽ ഒരു പോയിന്റ് കാണിച്ചിട്ട് എത്രയാ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം നിങ്ങൾ? ഉള്ളിലൊരു പോയിന്റ് എടുത്താലും അതും 10 വോൾട്ട് ആയിരിക്കും. ഉള്ളിൽ എവിടെ ഒരു പോയിന്റ് എടുത്താലും 10 വോൾട്ട് തന്നെയായിരിക്കും. സർഫസിൽ എത്രയാണെന്ന് നോക്കുക, അതേ പൊട്ടൻഷ്യൽ ആയിരിക്കും ഉള്ളിൽ. ഇനി നമ്മൾ ഇതിലേക്ക് വരിക. എന്താ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു കോൺസെൻട്രിക് ചാർജ് ഷെൽ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു കോൺസെൻട്രിക് ചാർജ് ഷെൽ. കോൺസെൻട്രിക് ചാർജ് ഷെൽ. ഓരോന്നിന്റെ റേഡിയസ് ഞാൻ എഴുതാൻ കുട്ടികളെ. ലുക്ക് ഹിയർ. വാട്ട് ഈസ് ദാറ്റ്? ലുക്ക്, ഇതിന്റെ റേഡിയസ് R1, അതിലെ ചാർജ് Q1. രണ്ടാമത്തെ റേഡിയസ് R2, അതിലെ ചാർജ് Q2. മൂന്നാമത്തെ റേഡിയസ് R3, അതിലെ ചാർജ് Q3. എനിക്ക് ഇതിലെ സെന്ററിലെ പൊട്ടൻഷ്യൽ വേണം. വാട്ട് ഡു ഐ വാണ്ട്? ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ. പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ 0 ഡിസ്റ്റൻസിലെ പൊട്ടൻഷ്യൽ. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വരയ്ക്കാം, അതർവൈസ് ഐ വിൽ നോട്ട് ഗെറ്റ് സ്പേസ്. പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? അത് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം ചെയ്താൽ മതി. സെന്റർ എന്ന് പറഞ്ഞാൽ ഈ 3 ഷെല്ലിന്റെ ഉള്ളിലല്ലേ ഉള്ളത്. അപ്പൊ ഈ 3 ഷെല്ലിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും അതിന്റെ സെന്ററിൽ ഉണ്ടാകുക. നമ്മളിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. അപ്പോ എല്ലായിടത്തും 1 ഡിവൈഡഡ് ബൈ 4 pi epsilon naught വരുന്നുണ്ടല്ലോ. 1 ഡിവൈഡഡ് ബൈ 4 pi epsilon naught എല്ലായിടത്തും വരുന്നുണ്ട്. പിന്നെന്താ? Q1 ബൈ R1 പ്ലസ് Q2 രണ്ടാമത്തെ R2 പ്ലസ് Q3 ബൈ R3. That's all. That's the potential at the center. ഇനി what's the potential at the surface of the first sphere? എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് R1. ലുക്ക്, അറ്റ് R1 ഡിസ്റ്റൻസ് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കൂ. സർഫസ് ഓഫ് ദ ഫസ്റ്റ് സ്പിയർ. സ്പിയർ അല്ല, ഷെല്ലാണ് കേട്ടോ. ഞാൻ ചിലപ്പം സ്പിയർ എന്നൊക്കെ പറയും. യു നെവർ മൈൻഡ്. സാർ ഒരു ഡൗട്ട്. ഇല്ലിയാന പറയൂ. ഒരു ഡൗട്ട് എന്ന് പറഞ്ഞല്ലോ, നീ ടൈപ്പ് ചെയ്ത് വെക്കൂ, ഞാൻ അപ്പോഴത്തേക്ക് തിരിച്ചു വരാം. ഓക്കെ ഇല്ലിയാന. ദെൻ ഹൗ മച്ച് ഈസ് ദാറ്റ്? ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 4 pi epsilon naught. ഫസ്റ്റ് വണ്ണിന്റെ സർഫസിൽ Q1 ഡിവൈഡ് ബൈ R1.
പക്ഷെ ഫസ്റ്റ് സ്പിയർ ഇരിക്കുന്നത് സെക്കൻഡിന്റെ ഉള്ളിലാണ്, തേർഡിന്റെ ഉള്ളിലാണ്. അപ്പൊ സെക്കൻഡിന്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ Q2/R2, അതിന്റെ സർഫസിലെ അതേ പൊട്ടൻഷ്യൽ Q3/R3. കണ്ടോ? അപ്പൊ സെന്ററിലെ പൊട്ടൻഷ്യൽ എത്രയാണോ, ഇവിടുന്ന് ഇവിടം വരെ പൊട്ടൻഷ്യൽ മാറില്ല കേട്ടോ. സെന്റർ തൊട്ട് ഫസ്റ്റ് വണ്ണിന്റെ സർഫസ് വരെ ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനിയും സെക്കൻഡ് വണ്ണിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ ഞാൻ എഴുതാൻ പോവുക. വാട്ട്സ് ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ദ സെക്കൻഡ് വൺ. അവിടെയും 1/4πε0 ആസ് കോമൺ ഐ ഹാവ് ടേക്കൺ. ദെൻ വാട്ട്, ഫസ്റ്റ് വൺ ശ്രദ്ധിക്കണം, ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ ഇത് ഈ സാധനം സെക്കൻഡ് വണ്ണിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, അല്ലാണ്ട് ഫസ്റ്റ് വണ്ണിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അല്ല എഴുതേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എവിടെയാണ്? സെക്കൻഡ് വണ്ണിന്റെ ഉള്ളിലാണ്. അപ്പൊ ഫസ്റ്റ് വൺ സെക്കൻഡ് വണ്ണിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അത് എത്രയാണ്? Q1/R1 അല്ല, R2 ആണ് സെക്കൻഡ് വണ്ണിന്റെ സർഫസിൽ, പ്ലസ് Q2 രണ്ടാമത്തെ അതിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ Q2/R2, മൂന്നാമത്തേത് അതിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഉള്ളിലും ഉണ്ടാവും നമ്മൾ പഠിച്ച. അപ്പൊ Q3/R3. ഇനിയും ലാസ്റ്റ്, വാട്ട്സ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് ഓഫ് ദ തേർഡ് വൺ? 1/4πε0. എല്ലാവർക്കും പറയാൻ പറ്റും. ഫസ്റ്റ് വൺ അതിന്റെ സർഫസിൽ ഉണ്ടാക്കുന്നത് Q1, അതിന്റെ സർഫസിലല്ല, മൂന്നാമത്തെ അതിന്റെ സർഫസിൽ Q1/R3 പ്ലസ് Q2/R3 തന്നെ, R3 പ്ലസ് Q3/R3. കണ്ടോ, എല്ലാം R3 വരും. ലിസൺ, ഇത് നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ ഇത് വെച്ച് പല പ്രാവശ്യം പ്രോബ്ലം ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. എ ലോട്ട് ഓഫ് ടൈംസ് പ്രോബ്ലംസ് ഹാവ് ബീൻ ആസ്ക്ഡ് യൂസിങ് ദിസ്. എന്താ ഇല്ലാണ്ടത്? ഹൗ വി ഗെറ്റ് n⁵/3? n എന്ന് പറഞ്ഞ വാട്ട് ഈസ് ദാറ്റ്? എന്തായിരുന്നു നമുക്ക് കിട്ടിയേ? n² ഡിവൈഡഡ് ബൈ n⁻⁴ അല്ലായിരുന്നു കിട്ടിയേ? ഇങ്ങനെയല്ലായിരുന്നു കിട്ടിയേ? അപ്പോൾ ഇതിനെ n² - 1/3 എന്ന് എഴുതാം. അപ്പോൾ 6 - 1 5, n⁵5/3. That's what you get. Hey, don't you know? n² divided by n. Yes. Where did I do wrong? Okay. I will see that. Okay. അതവിടെ നിൽക്കട്ടെ. ഇതാണെന്നോ എനിക്ക് അറിയില്ല. Okay. Now. അടുത്തയിലേക്ക് പോവാം നമുക്ക്. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ, ഇത് ഞാൻ പറഞ്ഞതാണ്. അടുത്തയിലേക്ക് പോവാം. നോക്കൂ, ഇതൊരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്, പക്ഷെ നിങ്ങളുടെ NCERT-യിൽ തന്നിട്ടില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ലിസൺ ഹിയർ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് നോൺ കണ്ടക്ടിങ് സ്പിയർ. ഒരു നോൺ കണ്ടക്ടിങ് സ്പിയറിന്റെ ഉണ്ടല്ലോ കുട്ടികളെ, സർഫസിൽ മാത്രമല്ല ഉള്ളിലും നമുക്ക് ചാർജിനെ അക്കോമഡേറ്റ് ചെയ്യാം, യൂണിഫോംലി ചാർജ് ചെയ്യാൻ പറ്റും. കണ്ടോ, നോൺ കണ്ടക്ടിങ് ആയതുകൊണ്ട്. കണ്ടക്ടിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ചാർജ് എല്ലാം സർഫസിലേക്ക് പോകും. ഈ ചാർജ് എല്ലാം എന്ത് സംഭവിക്കും കുട്ടികളെ? സർഫസിലേക്ക് പോകും. കണ്ടക്ടിങ് ആണെങ്കിൽ. ഇത് നോൺ കണ്ടക്ടിങ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ലീനിയർലി ഇൻക്രീസ് ചെയ്യും, 0 അല്ല. ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഏതിന്റെ ഗ്രാഫാന്ന് മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫ്. ആസ് എ ഫംഗ്ഷൻ ഓഫ് R it will increase like this, then it decrease like this. Electric field is directly proposed to R ആയിരിക്കും. Electric field is inversely proposed to R². ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ക്ലിയർ ആയോ? ഇല്ലിയാന, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. നൗ നോക്കൂ, ദാറ്റ്സ് ഗുഡ്. ഈ സിറ്റുവേഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റിന്റെ ഗ്രാഫ് എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ് കിട്ടുക. ഇതിന്റെ ഗ്രേഡിയന്റ് അല്ല, പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ് ഈ ഗ്രാഫ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ സ്ലോപ്പിന്റെ നെഗറ്റീവ് ആയിരിക്കും ഈ ഗ്രാഫ്. പേടിക്കണ്ട, കണ്ടുപേടിക്കണ്ട. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, സ്ലോപ്പാണ്. ഈ ഫംഗ്ഷൻ ഞാൻ, അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ ഞാൻ അങ്ങ് തരാൻ പോകും. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഡെറിവേഷൻ ഈസി അല്ലതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ക്ലാസ്. Derivation is beyond the scope. Scope in the sense, it doesn't mean that I don't know. I know, but it will take a lot of time that I don't want to spend on. Nogu, what should we do?
നമ്മൾ ഇതിന്റെ പൊട്ടൻഷ്യലിന്റെ ഫംഗ്ഷൻ എഴുതാൻ പോവുക. ഇവിടെയും ഇതൊരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഇറ്റ് വിൽ ബി എ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ. പൊട്ടൻഷ്യൽ ഈസ് എ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ഫംഗ്ഷൻ, പുറത്ത് വേറൊരു ഫംഗ്ഷൻ. ഓക്കെ, ഉള്ളിലെ ഫംഗ്ഷൻ ഇതാണ്, ശ്രദ്ധിക്കുക. Q ഡിവൈഡഡ് ബൈ 4 pi epsilon naught r 3/2 മൈനസ് r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r സ്ക്വയർ. നിങ്ങൾ കാണാത്ത ഇക്വേഷൻ ആയിരിക്കാം ചിലപ്പോൾ, ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇത് എപ്പോഴാണ് r ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ആകും. ഇതൊരു പരാബോളിക് ഫംഗ്ഷൻ ആയിരിക്കും കുട്ടികളെ. പരാബോള ആയിരിക്കും. നോക്കി, r സ്ക്വയർ ഡിപ്പെൻഡൻസ് ഉണ്ട്. എങ്ങനത്തെ പരാബോള ആയിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. y ഇന്റർസെപ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇതുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കി, അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. y ഇന്റർസെപ്റ്റ് പോസിറ്റീവ് ആയിരിക്കും, y ഇന്റർസെപ്റ്റ് പോസിറ്റീവ് ആയിരിക്കും, പരാബോള ആയിരിക്കും, ഓപ്പണിംഗ് ഡൗൺവേർഡ് ആയിരിക്കും. കാരണം നോക്കൂ, എയുടെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആവും, ഓപ്പണിംഗ് ഡൗൺവേർഡ് ആയിരിക്കും. ദിസ് വിൽ ബി എ പരാബോള, യു ഷുഡ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ദെൻ പുറത്തെ ഫംഗ്ഷൻ എങ്ങനെ എഴുതും? Q, അതെല്ലാവർക്കും അറിയാം, ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ പോയിന്റ് ചാർജ്. 4 pi epsilon naught 4 pi epsilon naught r. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? r ലെസ് ദാൻ r ഗ്രേറ്റർ ദാൻ r ആകും. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു എന്തായിരിക്കും കുട്ടികളെ? ഇതൊരു റെക്ടാംഗുലർ ഹൈപ്പർബോള ആയിരിക്കും. v വേഴ്സസ് r വിൽ ബി എ റെക്ടാംഗുലർ ഹൈപ്പർബോള. ഇവിടെ v വേഴ്സസ് r ഈസ് എ പരാബോള opening downward. Why? There's a reason. Here don't you see a minus sign? Y intercept എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതായിരിക്കും എന്റെ y intercept. നോക്കൂ, y intercept പോസിറ്റീവ് ആയിരിക്കും. അപ്പം അത് r വരെ ഹൈപ്പർ പരാബോളയും r കഴിഞ്ഞാൽ ഹൈപ്പർബോളയും. അപ്പൊ അതിന്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ആറിലായിരിക്കും. ഞാനൊന്ന് വരച്ച് കാണിക്കാം, നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കൂ. See, it comes like this, parabola. It's parabola, children. Let me do once again. It's parabola. After that, what does it do? It does hyperbola. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കോൺകേവ് ഡൗൺവേർഡും ഇവിടെ ഇത് കോൺകേവ് അപ്വേർഡുമാണ്. അപ്പൊ ഈ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അല്ലേ? ശരിയല്ലേ? ഇതിങ്ങനെ കോൺകേവ് ഡൗൺവേർഡ്, ഇവിടെ കോൺകേവ് അപ്വേർഡ്. മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. കർവേച്ചർ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്, അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര പറയണം? ക്യാപിറ്റൽ ലെറ്റർ ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ Q ഡിവൈഡഡ് ബൈ ഈ ആറിന്. സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ആറിനുണ്ടല്ലോ കുട്ടികളെ, ക്യാപിറ്റൽ ലെറ്റർ ആറ് കൊടുത്താൽ മതി. അപ്പൊ ഈ ആറും വെട്ടിപ്പോയി 1/2 r മൈനസ് ഇത് 1 എന്ന് വരും, മൊത്തത്തിൽ 1 എന്ന് വരും. അപ്പൊ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ Q ഡിവൈഡ് ബൈ 4 pi epsilon naught r ആണ്. ഇനി ഞാൻ ചോദിച്ചത് വേർ ഇസ് ദ പൊട്ടൻഷ്യൽ മാക്സിമം? എവിടെയാണ് പൊട്ടൻഷ്യൽ മാക്സിമം? നോക്കൂ, അതിന്റെ ഒറിജിനൽ ഇൻ ദ സെൻസ് അതിന്റെ സെന്ററിലാണ് ഏറ്റവും പൊട്ടൻഷ്യൽ. അത് എത്രയാ? സെന്റർ എന്ന് പറഞ്ഞാൽ 6 0 കൊടുത്താൽ മതി. ഇത് പോകും എന്ന് പറഞ്ഞാൽ സർഫസിലെ പൊട്ടൻഷ്യലിന്റെ 3/2 1.5 ഇരട്ടി ആയിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യൽ. എവിടുത്തെ? അതിന്റെ സെന്ററിലെ പൊട്ടൻഷ്യൽ. ഇത് എനിക്ക് ഇങ്ങനെ എഴുതാം, 1.5 ടൈംസ് പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ്. ഇത് പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ്. അപ്പൊ പൊട്ടൻഷ്യൽ ഈ കേസിൽ എവിടെ ഏറ്റവും കൂടുതൽ? അതിന്റെ സെന്ററിലാണ്. ഓക്കെ, സെന്ററിൽ നിന്ന് സർഫസിലേക്ക്, പിന്നെ സെന്ററിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. സർഫസിലെ പൊട്ടൻഷ്യൽ സെന്ററിലെ പൊട്ടൻഷ്യൽ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ സെന്ററിലെ പൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യലിന്റെ 1.5 ഇരട്ടിയാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ത്രൂ ഔട്ട് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇതിൽ കൊടുത്തിട്ടുള്ള ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. പൊട്ടൻഷ്യൽ സൈൻ ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ചാർജ് യു ഹാവ് ഡൺ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലം നോക്കൂ. ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പെന്നും പേപ്പറും കയ്യിൽ വേണം. എന്നെ കഴിഞ്ഞ മുമ്പിൽ നിങ്ങൾ ചെയ്യണം. നോക്കൂ, ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. അതാണ് പ്രോബ്ലം ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രോബ്ലം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻസറിൽ എത്തിക്കാൻ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാത്ത ഒരു കുട്ടികൾക്കും ആൻസറിൽ എത്താൻ പറ്റില്ല. ഓക്കെ, ദർ ഈസ് നോ ബ്ലൈൻഡ് ഗെയിം ഹിയർ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്നിട്ട് ആൻസറിലേക്ക് എത്തുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ നോക്കൂ. എ ചാർജ് Q ഈസ് ഡിസ്ട്രിബ്യൂട്ട്. സമയം ഒന്ന് നോക്കിക്കോട്ടെ, ഞാൻ അതിനനുസരിച്ച് എനിക്ക് ക്ലാസ് മോൾഡ് ചെയ്യണം. ടൈം ഈസ് റണ്ണിങ് ലൈക്ക് എനിത്തിങ്. നോക്കൂ, എ ചാർജ് Q ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ 2 കോൺസെൻട്രിക് കണ്ടക്ടിങ് തിൻ ഷെൽ റേഡി R and R. Q ചാർജ് ആ ഡിസ്ട്രിബ്യൂട്ട്. മൊത്തത്തിൽ ചാർജ് Q ഉള്ളൂ കേട്ടോ. ഓക്കെ,
ഇഫ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഓഫ് ടു ഷെൽസ് ആർ ഈക്വൽ. അതൊരു ഇൻഫർമേഷനാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ആർ ഈക്വൽ, ദെൻ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിലെ ചാർജ് ഞാനൊരു കാര്യം ചെയ്യാം, ചെറുതിലെ ചാർജ് Q1 എന്നും വലുതിലെ ചാർജ് Q2 എടുത്താൽ ഈ Q1 പ്ലസ് Q2 എത്രയാണ്? ലുക്ക്, Q1 പ്ലസ് Q2 എന്താണ്? Q ആണ്, കാരണം Q ചാർജ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? അതിലെ സോഷ്യലിസം എന്താണ്? വാട്ട് ഈസ് ദ സോഷ്യലിസം ബിഹൈൻഡ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ? സോഷ്യലിസം ഇത്രയേ ഉള്ളൂ, രണ്ടിന്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചാർജ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ 4πr². രണ്ടിനും ഒരുപോലെയാണ് എന്ന്. 4π രണ്ടിനും ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞാൽ Q1/R ഈക്വൽ ടു Q2/R ആണ്. ഏതാറ്? ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ വെറ്റൊന്നും നിങ്ങൾ അങ്ങനെ ആലോചിക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് Q1/Q2 എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആറല്ല കേട്ടോ, R². സോറി, ലുക്ക് ഹിയർ, വാട്ട് ഐ ആം ടെല്ലിങ്, ഞാൻ റോങ് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ചാർജ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. സർഫസ് ഏരിയ എത്രയാ? 4πr² ആണ്. അപ്പൊ രണ്ടെണ്ണത്തിനും ഒരേ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും Q/R² സെയിം ആയിരിക്കണം. അതാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പൊ Q1/Q2 ഈസ് ഈക്വൽ ടു R/R2 R² ഇങ്ങനെ എഴുതാം, R²/R2². ഇങ്ങനെ എഴുതിക്കൂടെ? ആലോചിച്ച് നോക്കി, R² ഡിവൈഡ് ബൈ R2². ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ശ്രദ്ധിക്കുക, Q1നെ Qന്റെ ടേമിൽ എഴുതുക. എങ്ങനെ എഴുതുക നോക്കി? കമ്പോണന്റോ ഡിവിഡന്റോ ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും. സൈലത്തിലെ കുട്ടികൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, മറ്റുള്ള കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കുക. നോക്കി, Q1 ഡിവൈഡഡ് ബൈ ഞാൻ എന്താ ചെയ്യുന്നത് അറിയാമോ? Q1 പ്ലസ് Q2 അല്ലെങ്കിൽ Q2 പ്ലസ് Q1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ അതുപോലെ എഴുതി, ഡിനോമിനേറ്ററിന്റെ ഒപ്പം ന്യൂമറേറ്റർ ആഡ് ചെയ്തു. എന്താ ചെയ്തേ നോക്കൂ, ഇത് ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ടുണ്ട്. സോറി, ഇത് ന്യൂമറേറ്റർ അതുപോലെ എഴുതിയിട്ടുണ്ട്. ഈ ഡിനോമിനേറ്ററിന്റെ ഒപ്പം ഇത് ഡിനോമിനേറ്റർ, അതിൻ്റെ ഒപ്പം ഞാൻ ന്യൂമറേറ്റർ ആഡ് ചെയ്തു. അത് ഇവിടെയും ചെയ്യൂ. ഡു ഹിയർ ഓൾസോ. എന്താണ്? ന്യൂമറേറ്റർ അതുപോലെ എഴുതി, പിന്നെ ഡിനോമിനേറ്ററിന്റെ ഒപ്പം എന്ത് ചെയ്യുക? ന്യൂമറേറ്ററും ആഡ് ചെയ്യുക. ആറ് ഞാൻ ഇവിടെ എഴുതി തെറ്റിപ്പോയല്ലോ. R2 എന്നല്ല, അവിടെ R എന്നല്ല എഴുതേണ്ടത്. ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. ഇവിടെ R എന്നാ എഴുതേണ്ടത്, R2 എന്നല്ല കേട്ടോ. R² ഡിവൈഡഡ് ബൈ R² പ്ലസ് R². ഇതിൽ നിന്ന് Q1 കിട്ടിയില്ലേ? Q1 ഈ Q1 പ്ലസ് Q2 എന്താ? നിങ്ങൾ നോക്കിയേ, എന്തിനാ ഞാൻ ഇങ്ങനെ എഴുതിയേ? Q1 പ്ലസ് Q2 Q ആണെന്ന് എനിക്കറിയാം. Therefore Q1 is equal to R² divided by R² plus R² into Q. അങ്ങനെയെങ്കിൽ Q2 എനിക്ക് എഴുതി കൂടെ? Q2 ഇനിയും നിങ്ങൾക്ക് ചെയ്യാണ്ടതിനെ പറയാൻ പറ്റും. സിമിലർലി Q2 is equal to ക്യാപിറ്റൽ ലെറ്റർ R² divided by R² plus R² into Q. അപ്പൊ Q1ഉം Q2ഉം Qവിന്റെ ടേമിൽ എനിക്ക് എഴുതാൻ പറ്റി, അത് സക്സസ്ഫുൾ ആണ്. Q1ഉം Q2ഉം Qവിന്റെ ടേമിൽ എഴുതാൻ പറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ഇനി എനിക്ക് പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും. ശ്രദ്ധിക്കൂ, ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് വേണ്ടത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ കോമൺ സെന്റർ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എഴുതുക, ആഡ് ചെയ്യുക. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ കോമൺ സെന്റർ ഈസ് ഈക്വൽ ടു, നോക്കി അവിടെ എല്ലാം എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 4πε0 എന്താണേലും വരും. പിന്നെ Q1 ബൈ R നോക്കൂ, പ്ലസ് Q2/R. ഇതല്ലേ പൊട്ടൻഷ്യൽ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം? ഈ Q1ന്റെ സ്ഥാനത്ത് ഈ സാധനത്തിനെ കൊണ്ടിരുന്നു. ഇത് നോക്കൂ, ഇവിടെ നോക്കൂ എല്ലാവരും. ഞാൻ കളർ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ Q1 ഉണ്ടല്ലോ കുട്ടികളെ, ഇതാണ്, അത് എഴുതുക. ഇനി അടുത്ത കളറിങ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇത് Q2, ഈ Q2ന്റെ സ്ഥാനത്ത് അത് വരും. ആ രണ്ടും എടുത്ത് എഴുതുമ്പോൾ നോക്കിക്കേ, ഇവിടെ R ഉണ്ട്, ഇവിടെ R² ഉണ്ട്. അപ്പോൾ ഒരെണ്ണം പോവും, സ്ക്വയർ പോവും, ഇവിടുന്നും സ്ക്വയർ പോവും അല്ലേ? അപ്പൊ എങ്ങനെ വരും? ഫൈനൽ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. Q വേണേ കോമൺ ഔട്ടും ചെയ്യാം. Q ഡിവൈഡഡ് ബൈ നോക്കൂ 4πε0. പിന്നെ എനിക്ക് വരുന്നത് എന്താ? R² പ്ലസ് R² കോമൺ ആവും, R² പ്ലസ് R² കോമൺ ആവും. R² നിന്ന് ഒരു R പോകുമ്പോൾ R പ്ലസ് രണ്ടാമത്തെ R² നിന്ന് ഒരു R പോയിട്ട് കളയുമ്പോൾ R.
ദിസ് ഈസ് ദ ആൻസർ. Q ഡിവൈഡഡ് ബൈ 4 പൈ. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഇതാ ഫസ്റ്റ് ആൻസർ. R ബൈ അല്ല, ഫസ്റ്റും അല്ല. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ് കുട്ടികൾ? ഇതാ ഇവിടെയുണ്ട്. ഡി ഉണ്ട്. ഡി 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് R പ്ലസ് R ഡിവൈഡഡ് ബൈ R സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഇൻറ്റു Q. ഇതിലെ മാത്തമെറ്റിക്കൽ ലോജിക് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ Q1ഉം Q2ഉം Qന്റെ ടേമിൽ എഴുതുക. അതാണ് മാത്തമെറ്റിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പോർഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതണോ എന്നുള്ള കാര്യം എല്ലാ പോലീസിനും അറിയാം. എവരിവൺ നോസ് ദാറ്റ്. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ എഴുതിയിട്ട് Q1ഉം Q2ഉം എന്ത് ചെയ്യുക? നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? നോക്കിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ നോക്ക്. ഇല്ല. അടുത്തത് ഇതിന്റെ ഒരു കുറച്ചുകൂടെ എന്താണ്, കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വേർഷൻ ആണ്. നോക്കൂ, വായിച്ചു നോക്കൂ. കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വേർഷൻ നോക്കൂ. എ ചാർജ് Q is distributed over the 3 concentric spherical shell of radii A1, A, B, C such that their surface charge densities are equal. കഴിഞ്ഞ പ്രാവശ്യം അതേ ക്വസ്റ്റ്യൻ, പക്ഷെ ഇവിടെ 3 ഷെൽ ഉണ്ടെന്നേ ഉള്ളൂ. ആർ ഈക്വൽ ടു വൺ അനദർ. ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദർ കോമൺ സെന്റർ ആർ ലെസ് ദാൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പിയറിന്റെ ഉള്ളിലാണ് ഈ പോയിന്റ്. ഫസ്റ്റ് സ്പിയറിന്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും, സെന്ററിലെ അതേ പൊട്ടൻഷ്യൽ ആയിരിക്കും. സി ഇവിടെ എന്താണ് കുട്ടികളെ? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെയാണ്. അവിടെ 2 സ്പിയർ, ഇവിടെ 3 സ്പിയർ. ഞാൻ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ, ശ്രദ്ധിക്കൂ. ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്, Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് പറയുന്നത് Q ആണെന്ന് പറയുന്നുണ്ട്. ഇനി സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ എന്ന് പറഞ്ഞുകൊണ്ട് Q1 ഈസ് ടു Q2 ഈസ് ടു Q3 എന്ന് പറയുന്നത് റേഡിയസിന്റെ സ്ക്വയറിന്റെ റേഷ്യോയിലായിരിക്കും. A സ്ക്വയർ ഈസ് ടു B സ്ക്വയർ ഈസ് ടു C സ്ക്വയർ ആയിരിക്കും. സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം ആണെന്ന് പറഞ്ഞാൽ ചാർജ് വിൽ ബി ഇൻ ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് സ്ക്വയർ. അപ്പൊ Q1 എങ്ങനെ എഴുതാം? സി ഇനി ഒന്നും ഞാൻ ചെയ്യുന്നില്ല. Q1 എങ്ങനെ എഴുതാം? Q1 എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ ഇൻ ടു ആദ്യത്തേത് A സ്ക്വയർ. ഒരു ക്വാണ്ടിറ്റിനെ ഗിവൺ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? ക്യൂവിനെ ഗിവൺ റേഷ്യോ ക്യൂവിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു ഏത് റേഷ്യോയിൽ? A സ്ക്വയർ ഈസ് ടു B സ്ക്വയർ ഈസ് ടു C സ്ക്വയർ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അത്രേ വേണ്ടു. ഇനി Q2 എങ്ങനെ എഴുതും നോക്കിയാൽ Q2നും Qനെ ഡിവൈഡ് ചെയ്യുക. Q ആണ് നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്? Q ഉണ്ട് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ. രണ്ടാമത്തേത് കൊണ്ട് നിങ്ങൾ ഏതാ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ. നിങ്ങൾ Q2 ആണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് B സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തേത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡയറക്റ്റ് റേഷ്യോ ആണ്. രണ്ടാമത്തേത് ഏതാണ്? B സ്ക്വയർ. therefore into B സ്ക്വയർ. ഇത് മാത്രം 8th ക്ലാസ് നോളജ് ആണ് കുട്ടികളെ. മാത്തമാറ്റിക്സ് ഒരു ഗിവൺ ക്വാണ്ടിറ്റിനെ ഗിവൺ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി Q3 എങ്ങനെ എഴുതും? Q3 വേണമെങ്കിൽ Qനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ, അവസാനത്തേത് എടുക്കണം, ഇൻറ്റു C സ്ക്വയർ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ എഴുതാം. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട്. വാട്ട് വിൽ യു ഗെറ്റ്? പൊട്ടൻഷ്യൽ ആണ് Q1 ബൈ A പ്ലസ് Q2 ബൈ B പ്ലസ് Q3 ബൈ C. കാരണം ആ പോയിന്റ് ഉള്ളത് ഫസ്റ്റ് സ്പിയറിന്റെ ഉള്ളിലാണ്. ഞാൻ എന്ത് ചെയ്യണം? Q1ഉം Q2ഉം Q3 ഇവിടെ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇവിടെ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A സ്ക്വയറിൽ നിന്ന് A പോകും, Q കോമൺ ഔട്ട് ചെയ്യാം. ലെറ്റ് മീ കോമൺ ഔട്ട്. ദെൻ V ഈസ് ഈക്വൽ ടു Q ഈസ് ബീങ് കോമൺ ഔട്ട് 4 പൈ എപ്സിലോൺ നോട്ട്. Then what is there? I have A by A plus B plus C കോമൺ ഡിനോമിനേറ്റർ വരും. ഏതാ? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? Q ഡിവൈഡഡ് ബൈ A പ്ലസ് B പ്ലസ് C ഇൻറ്റു ഹിയർ ഇറ്റ് ഈസ്. കുട്ടികളെ ഇതിന്റെ ബെനിഫിറ്റ് നോക്കൂ. ഇത് ഏത് വർഷം ചോദിച്ചാൽ നോക്കൂ നിങ്ങൾ? 2019 ചോദിച്ചാൽ. ഇതിനു മുമ്പ് നമ്മൾ ചോദിച്ചതോ 2020. അപ്പൊ ഇത് രണ്ടും ഒരേ കോൺസെപ്റ്റ് അല്ലേ? ഇത് ചെയ്യാൻ ഇതാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട്. ദിസ് ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ ദ പ്രീവിയസ് വൺ. ഇഫ് യു നോ ഹൗ ടു ഡു ഇറ്റ്, യു കുഡ് ഡു വാട്ട് ഈസ് ആസ്ക്ഡ് ഇൻ 2000.
ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്ത് നോക്കണമെന്ന് പറയുന്നത് ഇതാണ്. ഒരേ ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ഒരേ കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കുട്ടികളെ. അത് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇതറിയാം, ഇത് ചെയ്യാൻ അറിയാവുന്നവർക്ക് അതും അറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് ലെറ്റ് us do. Look. സമയമുണ്ട്. ഓക്കെ. മെറ്റാലിക് നിങ്ങൾ സിൻസിയർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ 9:30 എന്നുള്ളത് ഞാൻ 10 മണി വരെ ക്ലാസ് എടുക്കാം. നിങ്ങൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഞാനും ഇട്ടിട്ട് പോകും. അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ സിൻസിയർ ആയിട്ട് ലൈനിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 10 മണി വരെ ഞാൻ ക്ലാസ് എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിർത്തുമ്പോൾ ഞാൻ നിർത്തും. അത്രേ. സി കോൺസെൻട്രിക് മെറ്റാലിക് ഹാളോ സ്പിയേഴ്സ് ഓഫ് റേഡി R and 4R. ഇത് R 4R. ഹോൾഡ് ചാർജ് Q1 Q2 റെസ്പെക്റ്റീവ്ലി. R നോക്കൂ കുട്ടികളെ, ഇവിടെ R റേഡിയസ് ഉള്ളതിന്റെ ചാർജ് Q1, അതുപോലെ 4R റേഡിയസ് ഉള്ളതിന്റെ ചാർജ് Q2. Given that surface charge densities of the concentric sphere are equal. സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ എന്ന് പറയുന്നുണ്ട്. അത് ഇറലവന്റ് ആണ് ഹിയർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചാർജ് ഓൾറെഡി തന്നിട്ടുണ്ട്, Q1 Q2 ആണ് തന്നിട്ടുണ്ട്. പിന്നെ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ എന്ന് പറയുന്നതിന് നോ മോർ അഡീഷണൽ വെയിറ്റേജ് മസ്റ്റ് ബി ഗിവൺ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VR and V4R. VR എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഇതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ. അത് ഞാൻ എഴുതാൻ പോവുകയാണ്. ആദ്യത്തെ സ്പിയറിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ VR V at R is equal to എന്താണ് കോമൺ? 1 divided by 4 pi epsilon naught കോമൺ ആവും. ആദ്യത്തെ Q1 by R. രണ്ടാമത്തെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ഉള്ളിലും ഉണ്ട്. അപ്പൊ ആദ്യത്തെ സ്പിയർ ഇരിക്കുന്ന ഉള്ളിലല്ലേ, അപ്പൊ അതുകൊണ്ട് ആഡ് ചെയ്യണം. Q2 divided by R എന്നുള്ളത് 4R എന്ന് എഴുതാം. 4R. Q2 divided by 4R. That is the potential on the surface of first sphere. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പിയറിന്റെ പൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യൽ. ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യലായി എഴുതി വെച്ചേക്കുന്നു. ഇനി വലുതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എഴുതും. അതെത്രയാണ്? V at 4R distance we have to write. അവിടെയും 1 divided by 4 pi epsilon naught കോമൺ ഔട്ട് ചെയ്യാം. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ സ്പിയർ രണ്ടാമത്തെ സ്പിയറിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ചാർജ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഈ ഡിസ്റ്റൻസ് എടുക്കണം, 4R ഡിസ്റ്റൻസ് എടുക്കണം. അതെത്രയാണ്? Q1 divided by 4R പ്ലസ് രണ്ടാമത്തേത് അതിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ Q2 divided by 4R. ഇനി നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് നോക്കൂ, പൊട്ടൻഷ്യൽ അറ്റ് R മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് 4R എത്ര കിട്ടും? അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം, അപ്പൊ ഇത് മൈനസ് ആവും, ഇത് മൈനസ് ആവും, ഈ രണ്ടും കൂടെ ക്യാൻസൽ ആവും ഇല്ലേ? ആലോചിച്ച് നോക്കിയേ. ലെറ്റ് മീ ഡു ഇറ്റ്. 1 divided by let me do it carefully. What I am going to do is first one minus second one. 1 divided by 4 pi epsilon naught. ഇത് ഓൾറെഡി ക്യാൻസൽ ആകും കുട്ടികളെ സബ്ട്രാക്ഷനില്. പിന്നെന്താ? Q1 by R മൈനസ് Q1 by 4R. ഇതല്ലേ വരുന്നത്. അപ്പൊ 3/4. അപ്പൊ 3/4 വരും. എന്ത് വരും? 3. What you are going to get is delta V is equal to, final answer is this. Simple ആണ്. Delta V, potential difference I am writing, is equal to what can be taken common? 3Q1 വരും, കാരണം 3/4 ആണ്. ഈ 4 pi 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 pi epsilon naught R എന്ന് വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ സെക്കൻഡ് സ്പിയർ നോക്കി, it does not come to calculation. ഇത് 1D ഗ്രാഫ് ജനറേറ്ററിന്റെ പ്രവർത്തന തത്വമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 1D ഗ്രാഫ് ജനറേറ്റർ. 1D ഗ്രാഫ് ജനറേറ്റർ ഉള്ളിൽ ഒരു സ്പിയർ ഉണ്ട്, പുറത്തൊരു ഷെല്ലുണ്ട്. പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷെല്ലിലെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലാക്കൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഔട്ടർ ഷെല്ലുണ്ടല്ലോ കുട്ടികളെ, അതിലെ ചാർജ് എത്ര കൊടുത്താലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. കാരണം സബ്ട്രാക്ഷനിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ ക്യാൻസൽ ആയി പോകും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിറ്റർമൈൻഡ് only by the charge in the inner sphere. That should be taken care, and this is a very principle of 1D graph generator. Okay, come to next one. Sixth question ഇതാണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച സമയം കളയുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒരു 5 പോസിറ്റീവ് ചാർജ് ഉണ്ട്, സിമെട്രിക് ആയിട്ട് വെച്ചേക്കുക. 5 പോസിറ്റീവ് ചാർജും കണ്ടോ, ഈ റെഡ് കാണുന്ന എല്ലാം പോസിറ്റീവ് ചാർജാണ്. 5 പോസിറ്റീവ് ചാർജും അതുപോലെ 5
നെഗറ്റീവ് ചാർജും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, 5 നെഗറ്റീവ് ചാർജ്, എല്ലാം സിമെട്രിക് ആണ്. അപ്പൊ ഇതിന്റെ സെന്ററിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. മേ ബി 10 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന 10 വോൾട്ട്, പോസിറ്റീവ് 10 വോൾട്ട്. നെഗറ്റീവ് ചാർജും -10 വോൾട്ട് ഉണ്ടാക്കും. അപ്പോൾ സെന്ററിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡോ? ഈ പോസിറ്റീവ് ചാർജ് എല്ലാം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൽ ആഡ് ചെയ്യണം കുട്ടികളെ. അത് സിമെട്രിക് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇലക്ട്രിക് ഫീൽഡ് ഈ റെഡ് ലൈനിൽ കൂടെ, റെഡ് ലൈനിന്റെ ഓപ്പോസിറ്റ് വരും കേട്ടോ. ഇങ്ങനെ വരും. ഇങ്ങനെ വരും. കാരണം പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എവേ ഫ്രം ഇറ്റ്. എനി ഹൗ അവയെല്ലാം സിമെട്രിക് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സിമെട്രിക് ചാർജ് കോൺഫിഗറേഷൻ സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതുപോലെ നെഗറ്റീവ് ചാർജും ഇൻഡിവിജ്വലി ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് 0, നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് 0, ഇപ്പൊ കൂട്ടുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ചാർജ് കോൺഫിഗറേഷന്റെ സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇതേ കോൺഫിഗറേഷന്റെ പൊട്ടൻഷ്യലും 0 ആയിരിക്കും. ദ ആൻസർ ഈസ് ദിസ് V030. 2020 ചോദിച്ചതാ കണ്ടോ. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒറ്റ നോട്ടത്തിൽ ആൻസർ പറയാൻ പറ്റും. ഒറ്റ നോട്ടം, സിംഗിൾ ഗ്ലാൻസ് ഈസ് ഇനഫ്. ഇനിയും ഇതൂടെ ചെയ്തിട്ട് ഞാൻ കുറച്ചെണ്ണം ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. I'll give you some homework. This is interesting question. Look, what is there, children? Look here. Two isolated conducting spheres, S1, S2 of radius 2/3 r. കണ്ടോ, ഇതിന്റെ റേഡിയസ് 2/3 r, രണ്ടാമത്തെ റേഡിയസ് 1/3 r. ഹാവ് ചാർജ് ഹൗ മച്ച്? അവ ഓരോന്നിനെയും ചാർജ് എത്രയാ? ഇതും റെസ്പെക്റ്റീവ്ലി. തുടക്കത്തിലെ ചാർജ് ആണ്, ഷെയറിങ്ങിന് മുമ്പുള്ള ചാർജ് 12ഉം -3ഉം ആയിരുന്നു. ആൻഡ് ആർ അറ്റ് ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ. ദേ ആർ നൗ കണക്റ്റഡ് ബൈ എ കണ്ടക്ടിങ് വയർ. കണ്ടോ, ഒരു കണ്ടക്ടിങ് വയർ വെച്ച് കണക്ട് ചെയ്തു. ലോങ് ടൈം ആഫ്റ്റർ ദിസ് ഈസ് ഡൺ, ദ ചാർജ് ഓൺ S1 ആൻഡ് S2 റെസ്പെക്റ്റീവ്ലി. ലോങ് ടൈം കഴിയുമ്പോൾ രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആവും കുട്ടികളെ. രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആവും. അപ്പൊ ചാർജിന്റെ റേഷ്യോ, ഇതിലെ ചാർജ് ക്യാപിറ്റൽ ലെറ്റർ Q1 ആയിക്കോട്ടെ, ഇതിലെ ചാർജ് ക്യാപിറ്റൽ ലെറ്റർ Q2 ആയിക്കോട്ടെ, ഇതിന്റെ പൊട്ടൻഷ്യൽ V, ഇതിന്റെ പൊട്ടൻഷ്യൽ B. Q is equal to CV എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. Q is equal to CV. I told you a sphere is like a capacitor. Okay, it has capacitance. അപ്പൊ Q is equal to CV ആണെങ്കിൽ, V രണ്ടിടത്ത് ഒരുപോലെയാണെങ്കിൽ Q1 is to Q2 എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. Q1 is to, ഷെയറിങ്ങിന് ശേഷം, ഈ ചാർജിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ചാർജ് കേട്ടോ, ഈ ചാർജ് ആണെന്ന് വിചാരിക്കരുത്. ഇനീഷ്യലി ഈ ചാർജ് ഉണ്ടായിരുന്നു, ഷെയറിങ് കഴിയുമ്പോൾ അതെല്ലാം മാറി മറിഞ്ഞു. എത്രയാ നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ Q1 is to Q2 എന്തായിരിക്കും കുട്ടികളെ? അത് വേറൊന്നുമല്ല, C1 is to C2 ആയിരിക്കും. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചു C1 is to C2 എന്ന് പറയുന്നത് R1 is to R2 ആണെന്ന് ഞാൻ പറഞ്ഞു. R1 is to R2 ഓർമ്മയുണ്ടോ? ഞാൻ ഇത് കണ്ടോ, Q1 equal to Q2 is equal to, ഇവിടെ R1 is to R2 എന്ന് എടുക്കുക. കാരണം R1 R2 നമ്മുടെ ഉണ്ട്. അപ്പൊ Q1 എങ്ങനെ കണ്ടുപിടിക്കും? Q1 ഒരു ഗിവൺ ക്വാണ്ടിറ്റിയെ, Qവിനെ, ടോട്ടൽ ചാർജ് Q എത്രയാണ്? Q എന്ന് പറയുന്നത് ഈ 12ഉം -13ഉം, 12 + -3. എങ്ങനെയാ എനിക്ക് Q കിട്ടിയേ? തുടക്കത്തിലെ ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും ഷെയറിങ്ങിന് ശേഷമുള്ള ടോട്ടൽ ചാർജ്. ടോട്ടൽ ചാർജ് ഇവിടെ എത്രയാ? 12 + -3. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? ഇറ്റ് ഈസ് 9. ടോട്ടൽ ചാർജ് 9 ആണുള്ളത്. അപ്പൊ Q ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാർജ്, Q ഡിവൈഡ് ബൈ ഈ റേഷ്യോ ഡിവൈഡ് ചെയ്യണം. R1 + R2 ഇൻറ്റു ഡയറക്റ്റ് റേഷ്യോ അല്ലേ, ഇൻറ്റു R1. ഓക്കെ, Q2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? Q2 ഈസ് ഈക്വൽ ടു അതും Q ഡിവൈഡഡ് ബൈ R1 + R2 ഇൻറ്റു R2. അപ്പൊ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. നോക്കൂ, Q1 ഈസ് ഈക്വൽ ടു, Q എത്രയാണ്? 9. R1 + R2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ കൂടെ സം. 2/3 Rഉം 1/3 R കൂടെ കൂട്ടിയാൽ R ആണെന്ന് നിങ്ങൾക്കറിയാം. R ഇൻറ്റു R1 എത്രയാ? 2/3 R. R വെട്ടിപ്പോയി. അങ്ങനെ 6 മൈക്രോ കൂളം ആൻസർ കിട്ടി. അതുപോലെ Q2 അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. 9 ഡിവൈഡഡ് ബൈ ടോട്ടൽ R1 + R2 R ആണ്, ഇൻറ്റു 1/3, ഇൻറ്റു ആണ് കേട്ടോ, പ്ലസ് അല്ല, ഇൻറ്റു 1/3 R. 1/3 R വെട്ടിപ്പോയി 3 മൈക്രോ കൂളം കിട്ടി ഇല്ലേ? ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്തേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 9. തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? 9. അവർ ആൻസർ ഈസ് കറക്റ്റ്.
ഇവിടെ രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത് ഇത് ഡിഫറെന്റ് ആണ്, നിങ്ങളുടെ ആൻസർ തെറ്റി എന്നാണ് അതിന്റെ അർത്ഥം. 9 was there, finally also you have 9. Yes, very good. 6 microcoulomb and 3 microcoulomb is the right answer. Many have told the answer. Gopika is constantly telling the answer. Congratulations, keep it up. Nityasri also, good. Shafiq, you also are doing very good. Well done. Now, ഇനിയും പ്രോബ്ലം കൂടുതൽ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ബട്ട് ഐ എം ഗോയിങ് ടു സെറ്റ് ദിസ് പ്രോബ്ലം ആസ് ഹോംവർക്ക് ബിക്കോസ് വി ഹാവ് ടു ഗോ ഫോർ ദ നെക്സ്റ്റ് ടോപ്പിക്. ഇത് കണ്ടോ, സ്ക്രീൻഷോട്ട് പെട്ടെന്ന് എടുക്കൂ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. 8th ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, യു ക്യാൻ ഡു യുവർ സെൽഫ്. ഇത് നോക്കൂ, ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുത്തോളൂ, പെട്ടെന്ന് എടുക്കൂ. എടുത്തോ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. ഇവിടെ തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, കുറെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട പരിചയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും നിങ്ങളെ ഉപദേശിക്കുന്നത്. എല്ലാവരും വളരെ വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്താണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് എല്ലാവർക്കും തന്നെ ധാരണയുണ്ട്. നിങ്ങൾക്കാണ് ഈ സബ്ജക്റ്റും ഈ എക്സാമും പുതിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് ന്യൂ. We know what is going to happen and what is going to come. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തേ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ട്രൈ. കിട്ടിയില്ലെങ്കിൽ ഗ്രൂപ്പിലിട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സോൾവ് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുക്കൂ. ഇനിയുണ്ടോ? ഇതും സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് ഈസിയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 11th one. സ്ക്രീൻഷോട്ട് എടുക്കൂ. ഇതും സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇത് 2021 നമ്മൾ ഓൾറെഡി ചെയ്താണ് കേട്ടോ. സൈലത്തിലെ കുട്ടികൾ ഈ പ്രോബ്ലം ചെയ്താണ്. ദിസ് പ്രോബ്ലം ഇസ് ഡൺ. ഞാൻ ചെയ്യിച്ചു തന്നാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സൈലത്തിൽ JEE റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇത് കാണുമ്പോഴേ മനസ്സിലാവും. ദിസ് ഇസ് ഡൺ, ഇറ്റ്സ് നോട്ട് ന്യൂ ഫോർ യു. ഇതും സ്ക്രീൻഷോട്ട് എടുത്തോളൂ. നെക്സ്റ്റ്, ഇനി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു സ്കലാർ ക്വാണ്ടിറ്റിയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇവ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു ബന്ധവും തോന്നിക്കുകയാണ്. കാരണം ഇവ രണ്ട് നേച്ചറുള്ള ക്വാണ്ടിറ്റിയാണ് അല്ലേ. ഒന്ന് സ്കലാറും ഒന്ന് വെക്ടറുമാണ്. ബട്ട് അവ തമ്മിൽ എന്തോ വലിയൊരു അന്തർധാരയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആസ് എ ഫംഗ്ഷൻ ഓഫ്, ലുക്ക്, suppose if you are given potential as a function of x എന്ന് പറഞ്ഞാൽ എന്താ? at all point in x axis you know the potential. അതാണ് അതിന്റെ മീനിങ്. x ആക്സിസിലെ മാത്രം എന്ന് പറഞ്ഞാൽ potential is a function of x. You are not given the potential at every point in space. Try to understand. You are given potential at every point in x axis. എന്ന് പറഞ്ഞാൽ it's a case of one dimension case. അപ്പൊ ഒറിജിനലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ യു ക്യാൻ സേ x is equal to 5 പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ യു ക്യാൻ സേ ബിക്കോസ് യു ആർ ഗിവൺ ദാറ്റ് ഫംഗ്ഷൻ. എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ കിട്ടും. അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, y is equal to f of x ആണെങ്കിൽ y വേഴ്സസ് x നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രാഫ് ഇതാണെന്ന് വിചാരിക്കുക. ഈ ഗ്രാഫിന്റെ സ്ലോപ്പും ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്. ഈ ഗ്രാഫിന്റെ ആക്ച്വൽ വാല്യൂ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് അല്ല ബന്ധം. സ്ലോപ്പ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എവിടെയാണോ സീറോ, എവിടെയൊക്കെയാ സീറോ? അത് നോക്കൂ, ഇവിടെ സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സ്ലോപ്പ് 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും 0 ആയിരിക്കും. അതുപോലെ ഈ പോയിന്റിൽ നോക്കൂ കുട്ടികളെ, ഇവിടെയും സ്ലോപ്പ് 0. എങ്ങനെയാ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ പോയിന്റിലെ കേസ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇനിയാണ് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ്സ് വാട്ട്. വൺസ് അഗൈൻ ഐ സേ, സ്ലോപ്പ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. സ്ലോപ്പ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഇൻ -x ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x, ഇറ്റ് ഈസ് ഇൻ -x ഡയറക്ഷൻ. സച്ച് കേസ് ഇസ് ദിസ് ഹിയർ. ഇവിടെ എല്ലായിടത്തും എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ dv/dx
dv by dx. അതാണല്ലോ സ്ലോപ്പ്. ദാറ്റ് ഈസ് പോസിറ്റീവ്. എവിടെ? ഇവിടെ. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആണ്. ഇവിടുത്തെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. ബട്ട് ഇലക്ട്രിക് ഫീൽഡ് നോക്കൂ കുട്ടികളെ, ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ദാറ്റ്സ് എ മീനിങ്. നേരെ തിരിച്ചു പറയാം. ഇനി സ്ലോപ്പ് നെഗറ്റീവ് ആകുന്ന സ്ഥലം, ഫോർ എക്സാമ്പിൾ ഹിയർ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. സി, ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഇവിടെ എല്ലായിടത്തും, ഇവിടെ മുതൽ ഇവിടം വരെ കേട്ടോ, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എങ്ങനെയാണ്? സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഇവിടെയും സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഈ സ്ലോപ്പ് നെഗറ്റീവ് ആകുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ I can tell you or I can assure you that electric field at that point is positive. എന്ന് പറഞ്ഞാൽ electric field is in positive direction. അപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് ദ ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, നോട്ട് ദ സ്ലോപ്പ് ഓഫ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാത്സിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് ഗ്രേഡിയന്റ് നെഗറ്റീവ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേഡിയന്റിന്റെ നെഗറ്റീവ്, അത്രേ ഉള്ളൂ. സോ we write electric field like this. Electric field is equal to negative gradient of potential dv by dx എന്ന് എഴുതാം. കാരണം v is a function of x here. v is a function of x children. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ള dv by dr എന്നൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. But here I gave you potential as a function of x. Therefore electric field is a negative gradient of x. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പിക്ചറൈസേഷൻ കിട്ടിയോ? ഇനിയും നോക്കിക്കേ, ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും ആണെങ്കിലോ അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എക്സും വൈ യൂസഡ് ആണെങ്കിൽ ഗ്രാഫേ വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. സപ്പോസ് പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ്, സി, പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആണെന്ന് വിചാരിക്കുക. 3 ആക്സിസ് ഓൾറെഡി ഒക്യുപ്പൈ ചെയ്തു. പിന്നെ നിങ്ങൾ പൊട്ടൻഷ്യൽ ഇവിടെ പ്ലോട്ട് ചെയ്യും. യു കനോട്ട് ഡ്രോ സച്ച് ഗ്രാഫ്. We want 4 dimension to plot it. See, x, y, z potential. 4 dimension we need to plot it. We don't have 4 dimensions here. Mutually perpendicular, orthogonal dimensions are not 4. ഇനി potential function of, നോക്കൂ, if the potential is a function of x and y, that you can plot. എങ്ങനെയാ? x, y, the x axis ഉം y axis എടുക്കുക, potential ഒരു axis എടുക്കുക. It will be a surface like this, maybe a paraboloid or something. Potential function will be like this. Anyhow, you can plot or you may not be able to plot potential as a function of x, y and z. Depends. ഇനി നോക്കൂ, അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, അതിന്റെ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് കിട്ടി. ഇനി നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് വെൻ പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിന് ഒരു കമ്പോണന്റേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഈ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. Potential is a function of x alone. Potential does not change with y. Potential does not change with z എന്നാ അതിന്റെ അർത്ഥം. പൊട്ടൻഷ്യൽ എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ എന്താ? As you move perpendicular, I mean parallel to y axis or as you move parallel to z axis, potential doesn't change. That means electric field will not have a component. Which component? Y and z component electric field cannot have. Then what component only it will have? X component. അതുകൊണ്ട് dx is equal to minus dv by dx. dx നമ്മൾ സാധാരണ ഇന്നേ എഴുതുള്ളൂ, കാരണം ഇലക്ട്രിക് ഫീൽഡിന് ഒരു കമ്പോണന്റ് ഉള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട്. പക്ഷെ സ്പെസിഫിക്കലി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് v വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സി, പൊട്ടൻഷ്യൽ ഡിഫറൻസും കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചുകൂടെ? ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പറേഷൻ. വാട്ട് ഈസ് ദാറ്റ്? dv can be written as minus edx അല്ലെങ്കിൽ ex dx, whatever may it be. E will be a function of x. ഇത് രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രോപ്പർ ലിമിറ്റ് ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ്, പ്രൊവൈഡഡ് ദാറ്റ് പൊട്ടൻഷ്യൽ അറ്റ് അനദർ പോയിന്റ്, റെഫറൻസ് പോയിന്റ് ഈസ് ഗിവൺ. ഓക്കെ, ഒരു ഉദാഹരണം വേണം ഞാൻ സിംപ്ലി തരാം. സി, സപ്പോസ് ഐ ഗേവ് യു മൈ പൊട്ടൻഷ്യൽ ഈസ് ദിസ്. ലുക്ക്, 3x square. This is my potential, simple potential. 3x square plus 4x plus 6, anything I can give you. But only x should be there. Because I already told you that potential is a function of x alone. ഇങ്ങനെയാണെങ്കിൽ how will I find electric field? Electric field is equal to minus dv by dx. എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നെഗറ്റീവ് ഇടാനാ പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6x എന്ന് വരും. 6x. അപ്പൊ വാട്ട് ഇസ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ ഒറിജിൻ എന്ന് ചോദിച്ചാലോ എക്സിന് 0 കൊടുക്കുക.
at x is equal to 0. What is the potential? 0. What's the potential at x is equal to 1? x is equal to 1 ലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ x ന് 1 കൊടുക്കുക, അപ്പൊ -1 കിട്ടും. വാട്ട്സ് ദ പൊട്ടൻഷ്യൽ at x is equal to -1 എന്ന് വെച്ചാൽ x ന് -1 കൊടുക്കുക, -6 into -1 plus 1 കിട്ടും. ഐ മീൻ പ്ലസ് പൊട്ടൻഷ്യൽ അല്ല കേട്ടോ, സോറി, ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ അല്ല, ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് കൊടുക്കുക? ഞാൻ ചിലപ്പോൾ സ്ലിപ്പ് ഓഫ് ടങ്ക് എന്നിൽ നിന്ന് കൂടുതൽ വരും. അതിന്റെ ഒരു പ്രശ്നമാണ്. നിങ്ങളത് മനസ്സിലാക്കുക, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ദാറ്റ്സ് വാട്ട്. ഇനി നോക്കൂ കുട്ടികളെ, ഇലക്ട്രിക് ഫീൽഡ് വെൻ പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ്. ഓക്കെ, യു ആർ ഗിവൺ എ ഫംഗ്ഷൻ. വാട്ട്? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ആരുടെ? എക്സിന്റെ, വൈയുടെ ആൻഡ് സെഡിന്റെ. ഇങ്ങനെയാ തന്നെയെന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും? ഓക്കെ, നോക്കൂ, പൊട്ടൻഷ്യൽ varies with x, therefore electric field will have an x component. Varies with y, electric field must have a y component as well. So is the case with z. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൾ ഇക്വേഷൻ എഴുതുന്ന യു ഷുഡ് റൈറ്റ് ലൈക്ക് ദിസ്, -dv/dr എന്ന് എഴുതണം. dr, where dr is, what is dr? Do you know? dxi, കണ്ടോ, dxi plus dyj പ്ലസ് dzk എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഫംഗ്ഷനെ vനെ 3 രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു z. യു ക്യാൻ ഡു ദാറ്റ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് എക്സ് കമ്പോണന്റ് കിട്ടും. അപ്പോ ലെറ്റ് മീ റൈറ്റ് ex. ഹൗ വിൽ യു റൈറ്റ് ex? ex ഈസ് ഈക്വൽ ടു മൈനസ്, ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പഠിക്കും. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൽ 3 വേരിയബിൾ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു അറ്റ് എ ടൈം ഒരെണ്ണത്തിനെ മാത്രം വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് എഴുതിക്കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതിന് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും. അങ്ങനെ എഴുതുമ്പോൾ കേളി ഡി ആണ് എഴുതുന്നത്. ഡോ വി അല്ലെങ്കിൽ ഡെൽ വി ബൈ ഡെൽ എക്സ് എഴുതും. ഡെൽ വി ബൈ ഡെൽ എക്സ്. ഡി എന്ന് എഴുതാറില്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വളഞ്ഞൊരു സാധനം ഇടും. ഇത് ഇലക്ട്രിക് ഫീൽഡ് എക്സ് കമ്പോണന്റ് ആയതുകൊണ്ട് ഒരു ഐ കൂടെ ഞാൻ എഴുതുകയാണ്. അതുപോലെ ഹൗ വിൽ യു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് വൈ കമ്പോണന്റ്? ദാറ്റ് ഈസ് മൈനസ് ഡോ വി ബൈ ഡോ വൈ. അത് വൈ കമ്പോണന്റ് ആണ്, അതുകൊണ്ട് ഐ വിൽ പുട്ട് എ ജെ. വേണമെങ്കിൽ ഇവിടെ ഒരു വെക്ടർ സൈൻ വിട്ടേക്കാം കേട്ടോ. ലെറ്റ് മീ റൈറ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് ജനറലി പീപ്പിൾ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. Generally people don't put this I and J here. ഫൈനൽ ആൻസർ എഴുതുമ്പോഴാണ് ഐയും ജെയും ഒക്കെ നമ്മൾ ഇടാറുള്ളത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇസഡ് കമ്പോണന്റ് ഏതാണ് കുട്ടികളെ? മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ്. ഇനി ഇലക്ട്രിക് ഫീൽഡിനെ മൊത്തത്തിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇതിന്റെ ഒപ്പം എന്ത് വേണം? ഐ. ഡോ വി ബൈ ഡോ വൈ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ജെ പ്ലസ് ഡോ വി ബൈ ഡോ ഇസഡ് കെ. ദിസ് ഈസ് ഹൗ യു റൈറ്റ്. ഓക്കെ, ഇതിനെ നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയും. ഡെൽ ഓപ്പറേറ്റർ ഏതിനെ? ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് വെക്ടർ ക്യാരക്ടറിസ്റ്റിക്. ഇറ്റ്സ് ആൻ ഓപ്പറേറ്റർ. നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയല്ലേ? ഡി ബൈ ഡി. സി ഹിയർ, വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ്? ഡി ബൈ ഡി വൈ ഓഫ് സംതിങ് ഇവിടെ വരണ്ടേ? എഫ് ഓഫ് എക്സ് അവിടെ വരണം, ഒരു ഫംഗ്ഷൻ വരണം. അപ്പൊ ഇതൊരു ഓപ്പറേറ്റർ ആണ് വിച്ച് ആക്ട്സ് ഓൺ എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ഓപ്പറേറ്ററിന് മീനിങ് ഇല്ല. ഓപ്പറേറ്റർ ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ് അൺലെസ് ദർ ഇസ് എ ഫംഗ്ഷൻ. അതുപോലെ ഈ ഡെൽ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. അതേതാണെന്ന് ഞാൻ പറയാം. മൈനസ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതൊരു വെക്ടർ ഓപ്പറേറ്റർ ആണ്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ അടുത്ത എക്സാമ്പിൾ കാണും. ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ഡെൽ എന്ന് പറയും. ഡെൽ ഓപ്പറേറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡെൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഇങ്ങനെ ഇരിക്കുന്ന സാധനം, അതെന്താണ്? ഡെൽറ്റേനെ തലതിരിച്ചിട്ടാൽ ഡെൽ ആയി. ഡെൽറ്റേനെ തലതിരിച്ചിട്ടാൽ നമുക്ക് ഒരെണ്ണം ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ലുക്ക് അറ്റ് ദിസ്. സമയം എത്രയായി? എങ്ങനെയായിരുന്നു? സമയമുണ്ട്. നോക്കൂ, ലുക്ക് അറ്റ് ദിസ് കെയർഫുള്ളി. ലുക്ക് അറ്റ് ദിസ്. ഇത് പക്ക മാത്തമാറ്റിക്കലാണ് കേട്ടോ. Look, the electric potential at a point x, y, z is given by. നോക്കൂ, potential is a function of x and y, x, y and z. നോക്കൂ,
എന്ന് പറഞ്ഞാലേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇലക്ട്രിക് ഫീൽഡിന് എക്സും വൈയും ഇസഡും കമ്പോണന്റ് ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഇറ്റ്സ് എ സ്കലാർ ഫംഗ്ഷൻ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ വെക്ടർ ഫംഗ്ഷൻ ഫ്രം എ സ്കലാർ ഫംഗ്ഷൻ ബൈ ടേക്കിംഗ് ഇറ്റ്സ് ഗ്രേഡിയന്റ്, നെഗറ്റീവ് ഗ്രേഡിയന്റ്. യു നോ ഹൗ ടു ടേക്ക് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ്. എങ്ങനെയാ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E is equal to എന്താ? മൈനസ് ഡോ വി ബൈ dv ബൈ dr. മൈനസ് ഞാൻ എഴുതുന്നില്ല കേട്ടോ, അത് നമ്മൾ ഓരോ കമ്പോണന്റിന്റെ ഒപ്പം ഇടാം. നമുക്ക് മൈനസ് dv ബൈ dr. ഇത് ഒരൊറ്റ പാക്കേജിലെ സിംഗിൾ ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് 3 രീതിയിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ലുക്ക്, it's not coming good. Wait. See. Yeah, what happened to this iPad? Look. ഇനിയും ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ EX കണ്ടുപിടിക്കാം. How will I do EX? EX is equal to മൈനസ് ഇടാൻ മറക്കരുത്. നെഗറ്റീവ് ഗ്രേഡിയൻ, നെഗറ്റീവ് വിട്ടുകളയരുത്. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? മൈനസ് ഓഫ് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കാൻ ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റന്റ് ആണ് കുട്ടികളെ. വൈ ഇസഡും എല്ലാം കോൺസ്റ്റന്റ് ആണ്. എക്സ് ഓൺലി ഈസ് ദ വേരിയബിൾ. ഇവിടെ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓരോരോ ടേം എടുക്കുക. ഇതിനെ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പക്ഷെ 4 എന്ന് പറയുന്നതിൽ എക്സ് ഇല്ല, അതുകൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് മൈനസ് 2x y കോൺസ്റ്റന്റ് ആണ്, അതുപോലെ ഇട്ടു മൈനസ് ഇസഡ് ക്യൂബ്. അത്രേ ഉള്ളൂ. നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താ, എക്സ് മാത്രമേ വേരിയബിൾ ഉള്ളൂ. നോക്കൂ, എക്സ് ഓൺലി ഈസ് ദ വേരിയബിൾ. ലുക്ക് ഹിയർ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. മൈനസ് ഇസഡ് ക്യൂബ്. ഇനിയും ലെറ്റ് മീ ഡിഫറൻഷിയേറ്റ് വൈ കമ്പോണന്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. മൈനസ് ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഇട്ടു. ഇതേ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക മൈനസ് എക്സ് സ്ക്വയർ, കാരണം എക്സ് സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ്. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈമിൽ വൈ ഇല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് 4 എന്ന് പറഞ്ഞാലും വൈ ഇല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഓൾ. ഇനിയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇസഡ് കമ്പോണന്റ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇതേ ഫംഗ്ഷൻ എടുക്കുക, എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൈനസ് ഇടാൻ മറക്കരുത്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഫസ്റ്റ് ടൈമിൽ ഇസഡ് ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സെക്കൻഡ് ടൈമിൽ ഇസഡ് ഉണ്ടോ? ഉണ്ട്, അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. മൈനസ് 3x ഇസഡ് സ്ക്വയർ. അറിയാലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതാം? ഇതിന്റെ ഒപ്പം ഐ ഇടുക. നോക്കൂ കുട്ടികളെ, I J K ഇട്ട് തന്നെ പോകണം. മൈനസ് കോമൺ ഔട്ട് ചെയ്യാം. Therefore ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് കോമൺ ആയിട്ട് എഴുതി. പിന്നെ എന്താണ് കുട്ടികളെ? ഇതിൽ നിന്ന് മൈനസ്, ഞാൻ എല്ലാം മൈനസ് ഒരു കാര്യം ചെയ്യാം. ഇത് മൈനസ് എന്തായി? ഇത് പ്ലസ് ആയി, കാരണം ത്രൂ ഔട്ട്. ഇത് പ്ലസ് ആയി, ഇതും പ്ലസ് ആയി. മൈനസ് എല്ലാം പോയി കൊണ്ട് വാട്ട് വിൽ ഐ ഗെറ്റ്? I will get, ഈ മൈനസ് പോയതാണ്. This minus has gone. It is no longer there. Minus has gone. What will I get? 2xy plus z cube. എന്താണ് കുട്ടികളെ? I എഴുതാൻ മറക്കരുത്. പ്ലസ് എക്സ് സ്ക്വയർ ജെ പ്ലസ് 3x z സ്ക്വയർ k. എഴുതാൻ മറക്കരുത്. That is electric field. Here it is. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഒറിജിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എക്സിനും വൈക്കും ഇസഡിനും 0 0 0 കൊടുക്കുക. യു വിൽ ഗെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഒറിജിൻ. ഇനി ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 1 1 1? വാട്ട് വിൽ യു ഡു? 1 1 1. എക്സിനും വൈക്കും ഇസഡും ഉള്ള സ്ഥാനത്തെല്ലാം 1 കൊടുക്കുക. അപ്പൊ ആ സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനിവെയർ ഇൻ ദ യൂണിവേഴ്സ്. എല്ലാ പോയിന്റിനും ഒരു കോർഡിനേറ്റ് ഉണ്ടാവുമല്ലോ. ആ കോർഡിനേറ്റ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് there. Everywhere. It is everywhere defined. Potential is defined everywhere. Therefore, electric field also is defined everywhere. It's a continuous function. It is differentiable. Potential. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണല്ലോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഒരു ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. Potential function must be differentiable. In other words, it must be a smooth function which does not have this type of cups. A V-shape function on the potential function ayala, it must be differentiable. It must be continuous. Of course, differentiable anangil, it will be continuous as well. Therefore,
potential function must be differentiable such that you get electric field in from that. That's all. ഇനി അടുത്തത് നോക്കൂ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇമ്പോർട്ടന്റ് ആണ്, 2019 ചോദിച്ചതാണ്. ശ്രദ്ധിച്ചിരിക്കൂ. ഈസി ആയിട്ട് മാത്സ് അറിയാവുന്ന കുട്ടികൾക്ക് ആൻസറിൽ എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, the electric field in the region is given. Electric field തന്നു. Electric field in the region. നോക്കൂ, where E is in Newton per coulomb and X is in meters. The value of constant, A യുടെ വാല്യൂ തന്നു, B യുടെ വാല്യൂ തന്നു, A യും B യും തന്നിട്ടുണ്ട്. If the potential at X is equal to 1 is V1, X is equal to -5 is V2, then V1 minus V2 എത്ര? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് എന്താ സാധനം? ഇലക്ട്രിക് ഫീൽഡ് ആണ് തന്നിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡിന് എത്ര കമ്പോണന്റ് ഉണ്ട് കുട്ടികളെ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇറ്റ് ഹാസ് ഓൺലി വൺ കമ്പോണന്റ്. എക്സ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഐ കാണുന്നില്ലേ? എക്സ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് എടുത്തെഴുതട്ടെ യൂസിങ് ദിസ് കോൺസ്റ്റന്റ്. എയും ബി ഉള്ളത് കൊണ്ട് ലെറ്റ് മീ റൈറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഹിയർ. വാട്ട് ഇസ് ദ ഇലക്ട്രിക്? ആൻഡ് ബിഫോർ ദാറ്റ് ഹൗ വിൽ ഐ ഫൈൻഡ് പൊട്ടൻഷ്യൽ ഫ്രം ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഫ്രം പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഗ്രേഡിയന്റ് എടുക്കണം. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. വാട്ട് ഈസ് ദാറ്റ്? ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡി എക്സ് എന്ന് എഴുതാം. ഇ ഡി എക്സ്. കാരണം ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണ്. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇ എത്രയാണ് കുട്ടികളെ? ലെറ്റ് മീ റൈറ്റ് ഇ. ഇ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ്, അല്ലേ? എ എക്സ് പ്ലസ് ബി. ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. ഇ ഈസ് ഈക്വൽ ടു, നോക്കൂ, എ എക്സ് പ്ലസ് ബി ആണ്. എ എക്സ് പ്ലസ് ബി. വാട്ട് ഹാപ്പൻ ഹിയർ? എ എക്സ് പ്ലസ് ബി. ഇനി എയും ബിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൊണ്ട് ഇ ഈസ് ഈക്വൽ ടു എ എത്രയാണ്? 20. അപ്പൊ 20x പ്ലസ് ബി എത്രയാണ്? 10. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെങ്കിൽ നിങ്ങൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് പ്രോപ്പർ ലിമിറ്റ്. എന്നാലേ പൊട്ടൻഷ്യൽ കിട്ടുകയുള്ളൂ. ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്ന നോക്കൂ. ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്, കളയരുത്. മൈനസ് കളഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആൻസർ കിട്ടും. നിങ്ങളുടെ ആൻസർ 60 ആണെന്ന് വിചാരിക്കുക, മൈനസ് ഇട്ടില്ല, -60 കിട്ടും. ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് മൈനസ് ത്രൂ ഔട്ട് നിങ്ങൾ ക്യാരി ചെയ്യണം. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് ദ ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, ഇറ്റ്സ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ആ നെഗറ്റീവ് ഹാസ് എ മീനിങ്. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 20x പ്ലസ് 10. ദെൻ ദർ ഇസ് dx. ഇതിന്റെ ലിമിറ്റ് ഞാൻ തരാം. ലിമിറ്റ് എത്രയാ? x ഈസ് ഈക്വൽ ടു 1. x ഈസ് ഈക്വൽ ടു 1ൽ പൊട്ടൻഷ്യൽ എത്രയാണ് കുട്ടികളെ? V1. x ഈസ് ഈക്വൽ ടു -5ൽ -5ൽ പൊട്ടൻഷ്യൽ എത്രയാണ്? V2. ഓക്കെ, ഇത് സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. എന്താ? ഈ മൈനസിനെ കളയാൻ മാർഗമുണ്ട്. എന്ത് ചെയ്താൽ മതി? ഈ ലിമിറ്റ് ഫ്ലിപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ആക്കുക, -5നെ ഇവിടെ കൊണ്ടുവരിക, 1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ വേണേൽ മൈനസ് ഇവിടെ കളയാൻ പറ്റും. ഇപ്പൊ ഇവിടുന്ന് തന്നെ കളയാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് V1 എന്താ കിട്ടാൻ പോകുന്നത്? V1 മൈനസ് V2 അല്ല കിട്ടാൻ പോകുന്നത്. V2 മൈനസ് V1 ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. V2 മൈനസ് V1 എത്രാന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ -180 എന്ന് കിട്ടും. ചെയ്ത് നോക്കിക്കോളൂ, സിമ്പിൾ ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ? V1 മൈനസ് V2. ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യൂ. നമുക്ക് വേണ്ടത് V1 മൈനസ് V2 ആണ്, അല്ലേ? ദാറ്റ് ഈസ് മൈനസ് ഓഫ് -180, ദാറ്റ് ഈസ് പ്ലസ് 180. ആൻസർ 180 എന്ന് കിട്ടും കുട്ടികളെ. ലുക്ക്, ആൻസർ 180 എന്ന് കിട്ടും. നിങ്ങൾ സ്വന്തം ചെയ്തോ. സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. എനിവൺ ക്യാൻ ഡു സിമ്പിൾ ഇന്റഗ്രേഷൻ. പോകരുത്. പോയാൽ നഷ്ടം സൈലത്തിനല്ല, നിങ്ങൾക്കാണ്. മനസ്സിലാക്കുക, സൈലത്തിനല്ല നഷ്ടം, നിങ്ങൾക്കാണ് നഷ്ടം. ഓക്കെ, പഠിക്കാനുള്ള സമയമാണ്. സ്റ്റഡി വിത്ത് us. ഓക്കെ, നൗ ഇത് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആൻസറും കിട്ടിയിട്ടുണ്ടാവും. അടുത്തയിലേക്ക് നോക്കൂ. ഇവിടെയും ഒരു ചെറിയ പ്രശ്നം എന്താ അറിയാമോ? ഇലക്ട്രിക് ഫീൽഡിന് 2 കമ്പോണന്റ് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഹാസ് 2 കമ്പോണന്റ്. ചിൽഡ്രൻ ലിസൺ ഹിയർ കെയർഫുള്ളി. ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നാലും പേടിക്കരുത്. എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറയാം. ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച അതേ മെത്തേഡാണ്, ഒരു ചെറിയ ചേഞ്ച്. ഇലക്ട്രിക് ഫീൽഡിന് 2 കമ്പോണന്റ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമുക്ക് എവിടുത്തെ പൊട്ടൻഷ്യലാ വേണ്ടത്? പൊട്ടൻഷ്യൽ അറ്റ് x ഈസ് ഈക്വൽ ടു 2, y ഈസ് ഈക്വൽ ടു. ഏതെങ്കിലും റെഫറൻസ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും പൊട്ടൻഷ്യൽ 0 ആണെന്നോ 5 ആണെന്നോ 6 ആണെന്നോ പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റിലെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരു ലിമിറ്റ് അറിയണം, എന്നാലേ രണ്ടാമത്തെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലേ? V1 അറിഞ്ഞാലേ V2 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ V2 മൈനസ് V1 ആണ് നമുക്ക് കിട്ടുന്നത്. V2 ചോദിച്ചിട്ടുള്ള V1 അറിയണം, V1 ചോദിച്ചിട്ടുള്ള V2 അറിയണം. ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയെങ്കിലും പൊട്ടൻഷ്യൽ 0 എന്നോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഈ പൊട്ടൻഷ്യൽ ഒറിജിൻ ഒറിജിനിലെ പൊട്ടൻഷ്യൽ 0 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിമിറ്റ് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുകയാണ്. ഗിവൺ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദിസ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 25I പ്ലസ് 30J. ദിസ് ഈസ് ദ ഗിവൺ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനിയും നിങ്ങൾ ഈ ഇക്വേഷൻ അറിയാമല്ലോ, E ഈസ് ഈക്വൽ ടു മൈനസ് dV/dr. ഇവിടെ രണ്ട് കമ്പോണന്റ് ഉള്ളത് കൊണ്ട് dV ഈസ് ഈക്വൽ ടു E ഡോട്ട് dr എന്ന് എഴുതണം കുട്ടികളെ, മൈനസ് E ഡോട്ട് dr. സാധാരണ നമ്മൾ ഈ dx എഴുതുന്ന എപ്പോഴാണ്? ഒരൊറ്റ ഇലക്ട്രിക് ഫീൽഡ് ഒരെണ്ണ സാധനത്തിന്റെ ഫംഗ്ഷൻ ആകുമ്പോഴാണ് ഇങ്ങനെ എഴുതുക, മൈനസ് E ഡോട്ട് dr. ഇനി dr-നെ dx, E-നെ എങ്ങനെ എഴുതാം? EX, ഇയുടെ കമ്പോണന്റ് ആണ് ഏതൊക്കെ? EX I പ്ലസ് EYJ ആണല്ലോ, EYJ. അതുപോലെ dr-ന്റെ കമ്പോണന്റ് ആണ് എന്ത്? DXI പ്ലസ് DYJ. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് കോയിഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ പറഞ്ഞേ? dV ഈസ് ഈക്വൽ ടു മൈനസ് അവിടെ ഉണ്ട് EX dx പ്ലസ് EY, നോക്കൂ, EY dy, EX dx. ദിസ് ഈസ് വാട്ട് dV ഈസ്. നിങ്ങൾക്ക് V അല്ലേ വേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ dV-നെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. മൈനസ് ഉണ്ട്, അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്താണ്? EX dx, ഇത് ബ്രാക്കറ്റിനകത്താണ്, പ്ലസ് ഇന്റഗ്രൽ EY dy. ഇനി ലിമിറ്റ് നിങ്ങൾ നോക്കണം. 0, x 0യും y, അതാണ് ഒറിജിൻ. എക്സിനും വൈക്കും 0 എടുക്കും ഒറിജിനായി, അപ്പോഴത്തെ പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി x എത്രയാ പറഞ്ഞേ? x2 എന്ന് പറഞ്ഞാൽ x ഇവിടെ 2, y-യും 2, അപ്പോഴത്തെ പൊട്ടൻഷ്യൽ അറിയണം, അത് V ആയിക്കോട്ടെ, V. അപ്പൊ V നമുക്ക് വേണം, V നമുക്ക് വേണം. V വേണമെങ്കിൽ ഒരു മൈനസ് പുറത്തുണ്ട്. ദെൻ ഇന്റഗ്രൽ ഫ്രം 0 to 2, EX എത്രയാണ് കുട്ടികളെ? 25 dx പ്ലസ് ഇന്റഗ്രൽ 0 to 2, EY എത്രയാ? ജസ്റ്റ് 30 dy ഫ്രം 0 to 2. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓൺ ഡൂയിങ് യു വിൽ ഗെറ്റ് V to be മൈനസ് 110 എന്ന് കിട്ടും. ഈസിയാണിത്, ഒന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇലക്ട്രിക് ഫീൽഡിന് ഒന്നേ കൂടുതൽ കമ്പോണന്റ് ഉണ്ടെങ്കിൽ ഓരോ കമ്പോണന്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം. EX dx ഇന്റഗ്രൽ വിത്ത് പ്രോപ്പർ ലിമിറ്റ്, EY dy ഇന്റഗ്രൽ EY dy പ്രോപ്പർ ലിമിറ്റ്. ഇനി Z കമ്പോണന്റ് ഉണ്ട്, EZ dz വിത്ത് പ്രോപ്പർ ലിമിറ്റ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാത്സിലെ ബ്രെയിൻ ആണ് എനിക്ക് വേണ്ടത്, ഫിസിക്സിൽ ഒന്നുമില്ല ഇതിൽ. ദർ ഈസ് നത്തിങ് ഇൻ ഫിസിക്സ് ഇഫ് യു യൂസ് യുവർ മാത്തമാറ്റിക്സ് നോളജ് പ്രോപ്പർലി. ഇലക്ട്രിക് ഫീൽഡ്, ഇത് തെറ്റാണ്, യൂണിറ്റ് തെറ്റാണ്. യൂണിറ്റ് ഈസ് റോങ്. ജൂളിലല്ല തരേണ്ടത് കേട്ടോ. നെവർ മൈൻഡ് അബൌട്ട് ജൂൾ. ഇറ്റ് ഈസ് വോൾട്ട് പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളത്തിൽ തരണം. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി, ഇതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പ്രോബ്ലം കൂടെ ചെയ്ത്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഞാൻ തിയറി ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ബട്ട് ഐ വിൽ മേക്ക് യു ഡു സം ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലംസ് വിച്ച് ഹാവ് ബീൻ ആസ്ക്ഡ് പ്രീവിയസ്ലി. ഒരു 3-4 പ്രോബ്ലം കൂടി ഉണ്ട്, ആരും പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതോടെ ചേട്ട് നമുക്ക് ഒന്നിച്ച് നിർത്താം. നമ്മൾ ഒന്നിച്ച് തുടങ്ങി ഒന്നിച്ച് നിർത്തുക. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു. നോക്കൂ, 3 ചാർജസ് ഏതൊക്കെയാന്ന് നോക്കൂ. Q plus Q are placed at the vertices of right angle isosceles triangle as shown in below. The net electrostatic energy of the configuration is 0. Net electrostatic energy 0 ആണ്. ഇത് മൊത്തത്തിൽ 0 ആണ് ഇതിന്റെ എനർജി. Then value of Q എത്ര? ഈ Q എത്ര എന്നാണ് ചോദ്യം. കുട്ടികളെ, ഇതിന്റെ മൊത്തത്തിലുള്ള എനർജി 0 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ എത്ര പേർ എഴുതാം? ഈ 2 ഒരു പേരായിട്ട് എഴുതാം, ഈ 2 ഒരു പേരായിട്ട് എഴുതാം, ഈ 2 ഒരു പേരായിട്ട് എഴുതാം, ഇല്ലേ? മൊത്തം 3 ഉള്ളെങ്കിൽ 3C2 പേയേഴ്സ് ഉണ്ടാവും. 3C2 ഇതിന്റെ മാത്തമാറ്റിക്കലി ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ 3 ബോൾ തന്നിട്ട്
ഹൗ മെനി വേസ് വിൽ യു സെലക്ട് 2 balls എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 3 ബോൾ വന്നു, 2 ബോൾ സെലക്ട് ചെയ്യണം. ഹൗ മെനി വേസ് ആർ ദെയർ? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 3 ഉണ്ട്, ഇതാണ് സാധനം. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും ഇല്ലേ? 3 എന്ന് കിട്ടും, കിട്ടില്ലേ? അപ്പൊ 3 പേര് എഴുതാം. ഇതൊന്ന്, ഇതൊന്ന്, എന്നിട്ട് ഈ 3 പേര് എഴുതിയിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതിന് ഈ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് വേണേൽ അസ്യൂം തിങ്ക് ചെയ്യുക. ഇത് എക്സ് ആയിക്കോട്ടെ, ഈ ഡിസ്റ്റൻസ് ഇത് എക്സ് ആയിക്കോട്ടെ, ഇത് √2x ഇല്ലേ? പൈതഗോറസ് തിയറമാണ് √2x. അപ്പൊ ഞാൻ എനർജി എഴുതാൻ പോവുക. ഹൗ വിൽ ഐ റൈറ്റ് എനർജി? 1 / 4πε0 കോമൺ ഔട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇത് എല്ലായിടത്തും വരാൻ പോകുന്നതാണ്. Q1 Q2/R. ആദ്യമേ ഞാൻ ഈ ക്യൂവും ക്യൂ എഴുതാം. Q1 Q2/R എന്നുള്ളത് എക്സ്. ഇനി അടുത്ത് എഴുതുക Q1 Q2, അതും QQ ഡിവൈഡഡ് ബൈ √2x. ഇനി അടുത്തത് QQ, ഈ ക്യൂവും ഈ ക്യൂവും ഇല്ലേ? അപ്പൊ Q² അല്ലെ Q into Q, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. Q into Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദാറ്റ്? എക്സ്. ഇത് എത്ര കിട്ടണം കുട്ടികളെ? 0 കിട്ടണം. അവിടെ 0 ആയതുകൊണ്ട് ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, എക്സ് ക്യാൻസൽ ചെയ്യാം, ഒരു ക്യൂവും ക്യാൻസൽ ചെയ്യാം. കണ്ടോ? അപ്പുറത്ത് 0 ആയതുകൊണ്ട്, ബിക്കോസ് യു ആർ ടേക്കിംഗ് ഇറ്റ് ടു ദാറ്റ് സൈഡ് ആൻഡ് ഡീലിംഗ് വിത്ത് 0. അപ്പോ എന്താണ് ഫൈനൽ ഇക്വേഷൻ വന്നേ? Q പ്ലസ് Q/√2 പ്ലസ് Q ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ Q ആ വേണ്ടത്. Q കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ 1 / 1/√2 ഈസ് ഈക്വൽ ടു -Q എന്ന് വന്നു ഇല്ലേ? -Q, അത് അപ്പുറത്തേക്ക് പോയി -Q എന്ന് വന്നു. ഇത് നമുക്ക് LCM എടുക്കുകയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു LCM -√2Q ഡിവൈഡഡ് ബൈ LCM എടുത്തുകൊണ്ട് √2 + 1 -√2Q ഡിവൈഡ് ബൈ √2 + 1. ദാറ്റ്സ് ഓൾ. കുട്ടികളെ, JEE പ്രോബ്ലം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിഫിക്കൽട്ട് അല്ല. ഞാൻ എപ്പോഴും സൈലത്തിലെ കുട്ടികളോട് പറയാറുള്ളതാണ്, സൈലത്തിലെ അല്ലാത്ത കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും ലൈവിൽ. ഞാൻ പറയുന്നു, JEEക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ബേസിക് ഫണ്ടമെന്റൽ ഐഡിയയിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ എന്തോ വലിയ തിയറി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. വൃത്തിയായിട്ട് NCERT പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. Better you do previous question completely. That's what I am telling to you every time. You had better complete your previous questions. Now, next question. Okay. With that, we will stop. Okay, see here. ഇനി 3 പ്രോബ്ലം കൂടെ ഉള്ളൂ, അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്തിയിട്ട് പോവാം. A charge particle Q is shot towards another charge particle Q, which is fixed with velocity v. എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളത്? Q ഉണ്ട്, V ഉണ്ട്. V വെലോസിറ്റിയിലാണ് ആ ചാർജ് പാർട്ടിക്കിൾ വരുന്നത്. ഇറ്റ് അപ്രോച്ചസ് Q അപ് ടു ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് R. ആ ഡിസ്റ്റൻസ് വരെ വരുന്നു. അപ്പോൾ ഇതിന്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി, പിന്നെ ഇത് തിരിച്ചു പോകും. വരുന്നു, തിരിച്ചു പോകുന്നു, ടച്ച് ചെയ്യുന്നില്ല, ആ ഡിസ്റ്റൻസ് വരെയാണ് വന്നത്. Q വേർ ഗിവൺ എ വെലോസിറ്റി V. V ഉള്ളപ്പോൾ ആ ഡിസ്റ്റൻസിലേക്കാണ് വന്നത്. അപ്പൊ 2V കൊടുത്താൽ എത്ര ഡിസ്റ്റൻസിലേക്ക് വരും? ഇത് ഞാൻ തരാം. ഇതൊരു പഴയ ക്വസ്റ്റ്യൻ ആണ്. ഇത് തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബേസ് ചെയ്ത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ അല്ല, ഇതിന്റെ തിയറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. കുട്ടികളെ, ഈ ചാർജ് പാർട്ടിക്കിൾ വളരെ അകലെയാവുമ്പോൾ അതിനൊക്കെ കൈനറ്റിക് എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത്. 12 mv² ആയിരുന്നു ഈ സ്മോൾ ലെറ്റർ Q ചാർജിന് ഉണ്ടായിരുന്നത് ഇല്ലേ? ഇനി അത് അടുത്ത് വന്നപ്പോൾ കൈനറ്റിക് എനർജി എല്ലാം എന്തായി മാറി? പൊട്ടൻഷ്യൽ എനർജിയായി മാറി. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? വലിയ Q1 Q2 ഡിവൈഡഡ് ബൈ 4πε0 R. R ഡിസ്റ്റൻസിലാണുള്ളത്. ഇനി നിങ്ങൾ R മാറ്റിയാൽ ഇവിടെ ചോദ്യം ഇതാണ്. നോക്ക്, ആരും തമ്മിലുള്ള റിലേഷൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ആറും വിയും തമ്മിൽ എന്താണ് റിലേഷൻ? സോറി, വിയും ആറും തമ്മിൽ എന്താണ് റിലേഷൻ? യെസ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ V ഡബിൾ ആക്കിയാൽ ആറിന് എന്ത് സംഭവിക്കും? അപ്പൊ ബാക്കിയുള്ള ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. വിയും ആറും തമ്മിൽ ഉള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ R ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു V² ആണ്, V അല്ല. നോക്കൂ, R ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു V². ദാറ്റ്സ് വെരി ഒബിയസ് ഫ്രം ദിസ്. അപ്പൊ ഞാൻ R' divided by R is equal to what will I write? V divided by V dash whole square എന്ന് എഴുതണം. വേണ്ടേ? വേണം. ഇനി R' എനിക്ക് വേണം, ഡിവൈഡ് ബൈ R. V dash എത്രയാ? 2V ആക്കി എന്നാ പറഞ്ഞത്, ഹോൾ സ്ക്വയർ. ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ R' is equal to R/4 എന്നല്ലേ ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് 4 R ഡിവൈഡ് ബൈ 4 ആവും. ദാറ്റ്സ് വാട്ട് ഹിയർ ഇറ്റ് ഈസ്. ഈ പ്രോബ്ലം ഓൾറെഡി നിങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. ബട്ട് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പഴയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ കുട്ടികളെ. ലുക്ക് ഹിയർ, ലുക്ക്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Look here. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? 2 point charges 4q minus q are fixed on x-axis at എവിടെയാ ഉള്ളത്? x is equal to d/2, x is equal to d minus d/2 and plus d/2 respectively. If a third point charge q, കണ്ടോ, 4q minus q, okay, x is equal to d is taken from origin to x is equal to d along semicircle as shown in the figure. Energy of the charge. ചാർജിന്റെ എനർജി എന്ത് സംഭവിക്കും? എന്താ സംഭവം എന്നറിയാമോ? ഇങ്ങനെ രണ്ട് ചാർജ് വന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയാണ് വന്നിട്ടുള്ളത്? ഈ ഡിസ്റ്റൻസ് d/2 ആണെന്ന് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ് -d/2 എന്ന് വന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസും d/2 എന്ന് വന്നിട്ടുണ്ട്. ഒരു ചാർജ് സ്മോൾ ലെറ്റർ q ആയിക്കോട്ടെ, അതാണ് തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ q എന്ന് തന്നിട്ടുണ്ട്. അതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇവിടെ കൊണ്ടുവന്നാൽ ആ ചാർജിന്റെ എനർജി കൂടുവോ കുറയും? ഇവിടെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്താണെന്നറിയാമോ? നമുക്ക് ചില കാൽക്കുലേഷൻ, ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഈ -q സംബന്ധിച്ചിടത്തോളം ഇത് ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് അല്ലേ കുട്ടികളെ? ആലോചിച്ച് നോക്കിയാൽ അത് സർക്കുലർ പാത്താന്ന് പറഞ്ഞത്. അപ്പൊ -q കൊണ്ട് ആ ചാർജിന് എനർജിക്ക് ഒരു ഡിഫറൻസും വരില്ല. -q കൊണ്ട് വരില്ല എന്ന് പറഞ്ഞാൽ ഈ ചാർജ് ഇവിടെ ഇരുന്നാലും -q സംബന്ധിച്ചിടത്തോളം ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. പിന്നെ ആരെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻസ്? +q സംബന്ധിച്ചിടത്തോളം ഡിഫറൻസ് ഉണ്ട്. +q അടുത്തിരുന്ന ചാർജ് അകലേക്ക് പോവാ ചെയ്തേ. അപ്പൊ +q ആയിട്ടുള്ള ഇന്ററാക്ഷൻ എനർജി മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. -q തൽക്കാലം വിട്ടേക്കുക. കാരണം -q കൊണ്ട് ഇന്ററാക്ഷൻ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ 0 ആയി പോകും, അല്ലേ? അപ്പം ഇനീഷ്യൽ എനർജി ഞാൻ എഴുതാൻ പോവുകയാണ്. ഇനീഷ്യൽ ഇന്ററാക്ഷൻ എനർജി എഴുതാൻ പോവുകയാണ്. നോക്കൂ, യു ഇനീഷ്യൽ എത്രയാണ് കുട്ടികളെ? 1/4πε0 q1 q2/r, അല്ലേ? 1/4πε0 q1 q2 എന്നുള്ളത് 4q into q അല്ലെങ്കിൽ 4q² ഡിവൈഡഡ് ബൈ 1/4πε0 എഴുതാൻ ഞാൻ വിട്ടു. ഓക്കെ, നോ പ്രോബ്ലം. 4πε0 r എന്നുള്ളത് d/2 ആണ്. d/2 ആയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? /2 ആയതുകൊണ്ട് ഇതിനെ ഞാൻ 8 ആക്കുന്നു. 8. മനസ്സിലായോ? ഇത്ര എനർജി ഉണ്ടായിരുന്നു. ആരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എനർജിയാ? 4q -q വിട്ടേക്ക്, അത് ഹാംലെസ് ആണ്. -q is really harmless. ഇനി ഫൈനലി ഇത് എവിടെ, എത്ര അകലത്തിലെത്തി? ഇവിടെയുള്ള സാധനം എന്തേ ഇവിടെ എത്തി, d ഡിസ്റ്റൻസ് എത്തി ഒറിജിനലിൽ നിന്ന്. അപ്പൊ 4q നിന്ന് എത്ര ഡിസ്റ്റൻസിലാ? 1.5d ഡിസ്റ്റൻസിൽ, 1.5d, അല്ലേ? അപ്പോ ഫൈനൽ എനർജി നിങ്ങൾ എഴുതിക്കേ, അത് 4q into q 4q² ഡിവൈഡഡ് ബൈ 4πε0. എത്ര d ആണ് കുട്ടികളെ? 3d/2. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 3d/2 ആണ്. അപ്പൊ 3d ഞാൻ എഴുതി, /2 എന്നുള്ളത് മുകളിലോട്ട് കയറ്റി എഴുതുമ്പോ ഈ 4 എന്നുള്ളത് ഞാൻ 8 ആക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? ഇനിയും ഇത് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ എന്നല്ലേ അറിയേണ്ടത്. അപ്പൊ ഡിഫറൻസ് എടുത്ത് നോക്കുക. നിങ്ങൾ ഇനീഷ്യൽ മൈനസ് ഫൈനൽ എടുത്തോ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുത്തോ, ഡസൻ മാറ്റർ അറ്റ് ഓൾ. അല്ലെങ്കിൽ തന്നെ കണ്ടാ മനസ്സിലായല്ലേ കുട്ടികളെ? കുറയുമല്ലേ ഇത്? നോക്ക്, രണ്ടും നോക്കൂ, കുറയുക ഇത്. ഞാൻ എന്നാലും അതിന്റെ ബാക്കി കൂടെ ചെയ്യാം. ΔU is equal to what is ΔU? ΔU is equal to ഇനീഷ്യലിൽ നിന്ന് ഞാൻ ഫൈനൽ കുറയ്ക്കാം. എനിക്ക് പോസിറ്റീവ് കിട്ടിയെങ്കിൽ എനർജി കുറഞ്ഞെന്ന അർത്ഥം, നെഗറ്റീവ് കിട്ടിയാൽ എനർജി കൂടിയെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ΔU is equal to what can be taken out? What you can take? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ, ഞാൻ ചിലപ്പോൾ സ്ക്വയർ ഒക്കെ ഇടാൻ വിട്ടുപോകും, നിങ്ങൾ അത് ക്ഷമിക്കുക. ഇനി 8q² അല്ലെങ്കിൽ 8/4 എന്നുള്ളത് 2q² ഡിവൈഡഡ് ബൈ 4 വെട്ടിപ്പോയതാണ് πε0d. പിന്നെ ബാക്കി ഇവിടെ 1 ഉണ്ട്, അവിടെ 1/3 ഉണ്ട്. ആലോചിച്ച് നോക്കൂ, 1/3, അപ്പൊ 2/3, അപ്പൊ 4/3, അല്ലേ? 4q² ഡിവൈഡഡ് ബൈ 3πε0d. ഇത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? നോക്കിയേ, എവരിതിങ് ഈസ് പോസിറ്റീവ്. there is nothing negative. That is greater than 0.
Now, see here. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എനർജി കൂടുതലും എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ഫൈനൽ എനർജി എന്ന് അർത്ഥം. കാരണം ഇനീഷ്യൽ മൈനസ് ഫൈനൽ എനിക്ക് പോസിറ്റീവ് കിട്ടി. ഞാൻ എടുത്തത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇനീഷ്യൽ മൈനസ് ഫൈനലാണ് എടുത്തത്. ഇനീഷ്യൽ മൈനസ് ഫൈനൽ എടുത്തപ്പോൾ എനിക്ക് പോസിറ്റീവ് കിട്ടിയത് കൊണ്ട് someone is disturbing the life. Someone are there who is disturbing the life. You never mind it. Okay, you listen here. Let them do their business wherever they want. ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ല ഞാൻ എടുത്തത്. എനിക്ക് എങ്ങനെ എടുക്കാമല്ലോ? എനിക്ക് ഡിഫറൻസ് നോക്കിയാൽ പോരെ കുട്ടി. എനിക്കത് കൂടിയോ കുറഞ്ഞോ എന്നറിയണം, അത്രേ വേണ്ടു. അത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കാം, ഇനീഷ്യൽ മൈനസ് ഫൈനൽ എടുക്കാം, എന്തും എടുക്കാം. ഞാൻ ഇനീഷ്യൽ മൈനസ് ഫൈനൽ എടുത്തു, എനിക്ക് പോസിറ്റീവ് കിട്ടി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഈസ് ഗ്രേറ്റർ ദാൻ ഫൈനൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു. യെസ്, ഡിക്രീസ് ബൈ ഹൗ മച്ച്? എത്രയാണ് കുട്ടികളെ? 4 decreased by 4q. This is the answer. Decreased by that. Okay, this is I am going. Should I do one more? Okay, this is also important. Let us do it. This is the last question, children. Let your attention not be diverted. You don't respond. You don't respond to any other chat. Okay? There are mischievous people everywhere in the world. You don't have to heed them. Listen to me. I am here. Look. A uniformly charged ring of radius 3a and total charge q is placed in xy plane. നോക്കൂട്ടികളെ, അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതിലെ ചാർജും തന്നിട്ടുണ്ട്, q എന്ന് തന്നിട്ടുണ്ട്, ചാർജ് q. എ പോയിന്റ് ചാർജ് q. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ചാർജ് q ഉണ്ട്. രണ്ട് q ആണ്. വെരി ഹാപ്പി, ചെയ്യാൻ എളുപ്പം കിട്ടും. q is moving towards x axis with velocity v. ഈ q ഉണ്ടല്ലോ, v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, charge moving with velocity v, moving with the speed v at z is equal to 4a. കുട്ടിയുടെ ഇത് 4a ആണെന്നും ഇത് 3a ആണെന്നും തന്നിട്ടില്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം. അത് ആവശ്യമായിട്ട് വരുമായിരിക്കും. അത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 5a. പൈതഗോറസ് തിയറം കേട്ടോ. 3, 4, 5 റേഷ്യോ ഉള്ള ട്രയാങ്കിൾ ആണ് 5a. The minimum value of v such that it crosses the origin. എന്താണെന്നറിയാം? ഈ വിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് ഇറ്റ് ക്രോസസ് ദ ഒറിജിൻ. ഒറിജിൻ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അതിന് ഒരു പോസിറ്റീവ് വെലോസിറ്റി ഉണ്ടാവണമെന്ന് അർത്ഥം. ബട്ട് അറ്റ് ലിമിറ്റിംഗ് കേസ് ദാറ്റ് ക്യാൻ ബി 0. വെലോസിറ്റി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതുന്നത്. വെലോസിറ്റി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ മിനിമം 0 ആവാം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സി, വെലോസിറ്റി ക്രോസ് ചെയ്യണമെങ്കിൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. വി മാക്സിമം അല്ല ചോദിച്ചില്ല. വി മാക്സിമം ഇതിന് അപ്പർ ലിമിറ്റ് ഇല്ല. അപ്പർ ലിമിറ്റ് ഇല്ല, ലോവർ ലിമിറ്റ് ഉള്ളത്. വി മിൻ എന്ന് എഴുതുമ്പോൾ എത്ര എഴുതണം? വി മിൻ ഈസ് ഈക്വൽ ടു 0. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇവിടെ എത്തുമ്പോ മിനിമം വെലോസിറ്റി, സി ഹിയർ, ഇവിടുത്തെ മിനിമം വെലോസിറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടുത്തെ മിനിമം വെലോസിറ്റി 0 ആവാം. ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 0. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ് കുട്ടികളെ? 0. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ പ്ലസ് കൈനറ്റിക്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ u1 സി ഇനീഷ്യൽ എനർജി, u1 എന്ന്, സോറി, യു എന്ന് എഴുതണ്ട, എനർജി എന്ന് എഴുതുക. എനർജി ഇനീഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എനർജി ഇനീഷ്യൽ ഈക്വൽ ടു എനർജി ഫൈനൽ. മനസ്സിലായ കുട്ടികളെ? കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ്, വിച്ച് ഇസ് കൺസർവേറ്റീവ്. എനർജി മസ്റ്റ് ബി കൺസർവ്ഡ്. എന്താണ് ഇതിന്റെ എനർജി? ഇനീഷ്യൽ എനർജി ഹാഫ് എം വി സ്ക്വയർ എനർജി ഓൾറെഡി ഉണ്ട്, കൈനറ്റിക് എനർജി, പ്ലസ് 1 divided by 4 pi epsilon naught q1 q2 divided by distance. ഇല്ലേ? അപ്പൊ q1 q2 എന്ന് പറഞ്ഞാൽ q സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi epsilon naught. ഡിസ്റ്റൻസ് ഏതെടുക്കണം? എവിടെയാണോ ചാർജ് ഉള്ളത് അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇല്ലേ? ചാർജ് എവിടെയാ ഉള്ളത്? ഈ റിങ്ങിന്റെ സെന്ററിലല്ല ഉള്ളത്, ഈ റിങ്ങിന്റെ പെരിഫറിയിലാണ്. അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എല്ലാ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഇത് തന്നെയാണ്. എത്രയാ നോക്കിയാൽ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ 5a. അതുകൊണ്ട് 5a ഡിസ്റ്റൻസ്. This must be equal to potential energy when this charge reaches the center. What is the potential energy when the charge reaches the center? Q square divided by 4 pi epsilon naught. ചാർജിൽ നിന്ന് സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ്, how much it is?
3a. This is simple, 3a, 5a, 15, something. You will get, when you do, you can easily get what? Velocity is equal to under root. This is simple, 2 by m. പിന്നെ എന്താ വരിക? 3 by 15 അല്ല 5 by 15 വരും അല്ലേ? കാരണം 3 minus 2. Yes. 5 by 15 അല്ല 2 by 15. Wait, let me see. Yeah, 2 by 15 പിന്നെ q square divided by 4 pi epsilon naught, then 1a also will come. This is the answer that you are going to get. This simple. Just on the rearrange ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. Therefore the answer is C. Okay children, I am very happy that you were all with me till the end. Then we are going to stop our live program here. ഇനിയും എല്ലാ സബ്ജക്റ്റിനും എല്ലാ ദിവസവും ലൈവ് പ്രോഗ്രാം ഉണ്ടാവും. ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് സൈലത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, എക്സാമിൻ്റെ തലേന്ന് വരെ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടാണുള്ളത്. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ ബീയിങ് വിത്ത്